ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വെബ്കോ പുറത്തിറക്കാൻ പോകുന്ന പുതിയ മദ്യത്തിന് പേരും ലോഗോയും നിർദ്ദേശിച്ചുള്ള പരസ്യങ്ങൾ ഒരു മത്സരം പോലെ ആവിഷ്കരിച്ച് നൽകി ഈ പരസ്യം വലിയ വിവാദമായിരിക്കുന്നു. ഇത് കോടതിയിലെത്തിയപ്പോൾ കോടതി ചോദിച്ചതൊക്കെ ആളുകൾക്ക് മദ്യം കഴിക്കാനുള്ള പ്രേരണയാകില്ലേ എന്നായിരുന്നു ചോദ്യം. എന്തായാലും നമുക്ക് യഥാർത്ഥത്തിൽ ഈ കലാകാരന്മാരെയും സർഗധനരായ ആൾക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. എന്നാലും ഈ മദ്യത്തിൻ്റെ ഖ്യാതി കൂട്ടാൻ വേണ്ടി ഇത്തരം ലോഗോയും പേരും ഒക്കെ നിർദ്ദേശിക്കാൻ വേണ്ടി ഇങ്ങനൊരു പരസ്യം കൊടുക്കണമായിരുന്നു. വെബ്കോ ഒരു പടി കടന്നുപോയില്ലേ എന്നാണ് എൻ്റെ സംശയം. പ്രൈം ടൈം ആരംഭിക്കും. യെസ്, പ്രൈം ടൈം തുടരുകയാണ്. നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആരാണ് നമുക്ക് ചോദിക്കാൻ വന്നപ്പോഴാണ് നമുക്ക് ഒരു ചെറിയ കാര്യം ഓർമ്മ വന്നത്. തിരുവനന്തപുരം കിളിമാനൂരിൽ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് ആരോപണമുയർന്നു. ചികിത്സയിൽ കഴിവേ ഇന്നലെ മരിച്ച രജിത്തിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉപരോധിച്ചു. രജിത്തിന്റെ ഭാര്യ അംബികയ്ക്കും അപകടത്തിൽ ജീവൻ നഷ്ടമായി. പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ ഗുരുതരമായ അനാസ്ഥയെന്നാണ് ആരോപണം. ജാനുവരി 4 കിളിമാനൂർ പാപ്പാലയിൽ വച്ചാണ് രജിത്തും അംബികയും സഞ്ചരിച്ച ബൈക്കിന് പിന്നിൽ ഥാർ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ രജിത്തും അംബികയും റോഡിലേക്ക് തെറിച്ചു വീണു. വാഹനത്തിന് മുന്നിലേക്ക് വീണ അംബികയെ രക്ഷിക്കാൻ അവസരമുണ്ടായിരുന്നു. പക്ഷേ ഥാറിലുണ്ടായിരുന്നവർക്ക് സ്വന്തം തടി രക്ഷിക്കാൻ മാത്രമായിരുന്നു തിടുക്കം. നാട്ടുകാർ ബഹളം വെച്ചെങ്കിലും പിന്നോട്ടെടുത്ത വാഹനം അംബികയുടെ ദേഹത്തുകൂടി കയറിയിറങ്ങി. മുൻഭാഗത്ത് കുരുങ്ങിയ ബൈക്കുമായി ഥാർ കുതിച്ചു പാഞ്ഞു. 400 മീറ്ററോളം കുരുങ്ങിയ ബൈക്കുമായി പാഞ്ഞ വാഹനം തെരുവുവിളക്കിന്റെ കാലിലിടിച്ചു. എന്നിട്ടും നിർത്താതെ പോയ വാഹനം 5 കിലോമീറ്റർ അകലെ വെച്ച് നാട്ടുകാർ തടഞ്ഞു. വാഹനത്തിൽ 3 പേരുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. അവര് 3 പേര് പാപ്പാലിൽ നിന്നിരിക്കും, 3 ആളും ഉണ്ട്. കറക്റ്റ് 3 പേരും ഉണ്ട്. ജംഗ്ഷനിൽ നിൽക്കപ്പോ അവിടെ ഒരു ആക്സിഡന്റ്. ഞാൻ ഓടിപ്പോയപ്പോ ഇവര് വണ്ടി റിവേഴ്സ് എടുക്കുന്നതും ഈ ബാക്ക് ഇറങ്ങി കയറിയാണ് ആ സ്ത്രീ മരിക്കുന്നത്, അല്ലെങ്കിൽ മരിക്കില്ല. മദ്യലഹരിയിലായിരുന്ന ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇയാളെ പിന്നീട് പോലീസ് ജാമ്യത്തിൽ വിട്ടു. വാഹനത്തിൽ നിന്ന് 2 ഉന്നത ഉദ്യോഗസ്ഥരുടെ ID കാർഡുകൾ കണ്ടെത്തിയിരുന്നു. ഇതിനിടെ ജാനുവരി 7 ഗുരുതരമായി പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന അംബിക മരിച്ചു. ഉന്നതരെ രക്ഷിക്കാൻ കിളിമാനൂർ പോലീസ് ശ്രമിക്കുന്നുവെന്ന് ചികിത്സയിലായിരുന്ന രജിത്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. എന്നിട്ടും കിളിമാനൂർ പോലീസ് മെല്ലെപ്പോക്ക് തുടർന്നു. ഇന്നലെ രാത്രി പോരാട്ടം പൂർത്തിയാക്കാൻ കഴിയാതെ രജിത്തും വിടവാങ്ങി. ഇതോടെയാണ് നാട്ടുകാരും ബന്ധുക്കളും പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. പ്രതിഷേധക്കാരെ കയ്യൂക്കുകൊണ്ട് നേരിടാനാണ് പോലീസ് ആദ്യം ശ്രമിച്ചത്. പിന്നാലെ ബന്ധുക്കളുമായി വർക്കല DYSP നേരിട്ടെത്തി ചർച്ച നടത്തി. കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യും എന്നുമുള്ള DYSPയുടെ ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. വാഹനത്തിൽ നേരത്തെ പറഞ്ഞവർ 2 പേരെ നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരാളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള നമുക്ക് വെരിഫൈ ചെയ്യാം. ബാക്കി CCTV വിഷ്വൽസ് കംപ്ലീറ്റ് എടുക്കാൻ പറയാം. പോലീസ് കസ്റ്റഡിയിലായിരുന്ന വാഹനം കത്തിക്കാൻ ഇന്നലെ രാത്രി ശ്രമമുണ്ടായത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഇത് തെളിവ് നശിപ്പിക്കാനാണ് എന്ന് വിമർശനമുയർന്നതോടെ അലക്ഷ്യമായി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം പോലീസ് സ്റ്റേഷൻ കമ്പൗണ്ടിലേക്ക് മാറ്റി. 24 തിരുവനന്തപുരം. ഈ അപകടത്തിലാകെ പലതും കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കിളിമാനൂർ വാഹനാപകടത്തിൽ മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന കാര്യം വ്യക്തമാണ്. രജിത്തിനും അംബികയ്ക്കും നീതി ലഭിക്കാൻ പോലീസ് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പോലീസിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ തത്സമയം ചേരുന്നു. റിനു, DYSP പറയുന്നത് കേട്ടു, അതിൽ 3 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വിശ്വാസമായിട്ടില്ല. ഈ 3 പേരുണ്ടായിരുന്നു, അതിൽ 2 പേർ സീനിയറായിട്ടുള്ള പല ഉദ്യോഗസ്ഥന്മാരായിരുന്നു. എന്താണ് നമുക്ക് നാട്ടുകാരുടെ ചോദ്യങ്ങൾ ലഭിക്കുന്ന വിവരം?
എസ്കെൻ, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ദമ്പതികളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് രജിത മരിക്കുന്നത്. മിനിയാന്ന് ഉച്ചയോടുകൂടി രജിത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് 24 കൃത്യമായി തന്നെ ഈ പോലീസിന്റെ ഒരു അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ടും പോലീസ് ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ്. ഈ താർ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ദുരൂഹതയാണ്. കാരണം 3 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വാഹനത്തിന്റെ ഡ്രൈവറായിട്ടുള്ള വിഷ്ണുവിനെ അന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അതായത് നാട്ടുകാർ കസ്റ്റഡിയിലെടുത്ത് പോലീസിൽ ഏൽപ്പിക്കുന്നു. ഇദ്ദേഹം മദ്യപിച്ച മതോന്മത്തനായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യമാണ് കിളിമാനൂർ പോലീസ് നടത്തിയത്. അതിനുശേഷം 7-ാം തീയതിയോട് കൂടിയാണ് ഈ അംബിക മരണപ്പെടുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു ഫോഴ്സ് പ്രാദേശിക നേതാക്കളടക്കം ചെലുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇതിൽ ഒരു നരഹത്യാ കുറ്റം ചുമത്തുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി, അതായത് മിനിയാന്ന് നമ്മളോട് പ്രതികരിച്ച രജിത്ത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മരണത്തിന് കീഴടങ്ങുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹവുമായിട്ടാണ് ബന്ധുക്കൾ ഈ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാരണം 2.5-യും 6-ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. അവർ അനാഥരാകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നിലവിൽ ഇതുവരെയും പോലീസ് ഒരു കർശനമായിട്ടുള്ള നടപടി എടുത്തിട്ടില്ല. കാരണം ഈ പോലീസ് ജീപ്പിൽ ഉണ്ടായിരുന്ന മറ്റു 2 പേർ, ഈ താറിൽ ഉണ്ടായിരുന്ന മറ്റു 2 പേരെ കസ്റ്റഡിയിലെടുക്കുവാനോ അവരെ കേസിൽ പ്രതി ചേർക്കുവാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ഒരാൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്, മറ്റൊരാൾ മറ്റൊരു സർക്കാർ ജീവനക്കാരനാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം, പ്രാദേശിക നേതാക്കളടക്കം, ഇവരുടെ ബന്ധുക്കളടക്കം ആരോപിക്കുന്നത് നഗരത്തിലെ ഒരു പ്രമുഖയായിട്ടുള്ള IPS ഓഫീസറുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇവരെ സഹായിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പോലീസ് ഇത്തരം ഒരു നിഷ്ക്രിയത്വം കാണിക്കുന്നത് എന്നുള്ള ഒരു ആരോപണവും ഉയരുന്നുണ്ട്. എന്തായാലും നിലവിൽ വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു സന്ധി സംഭാഷണം നടത്തുകയും മറ്റുള്ളവരെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് അന്വേഷണം നടത്തും, ഇവർക്കെതിരെ നടപടി എടുക്കുമെന്നുള്ളൊരു ഉറപ്പ് ഇന്ന് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിന്മേലാണ് ഇന്ന് ആ പ്രതിഷേധം അവസാനിപ്പിച്ച് ബന്ധുക്കൾ അവിടെ നിന്ന് മടങ്ങിയത്. വരും ദിവസങ്ങളിൽ ഇനി ഏറ്റവും പ്രധാനം ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ, അതായത് ഈ ID കാർഡ് ഉൾപ്പെടെ വാഹനത്തിൽ നിന്ന് ലഭിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിലൊരു നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അത്തരം നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ കുട്ടികളെ അടക്കം പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ എത്തിച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ളതാണ് നാട്ടുകാരും ബന്ധുക്കളും അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസിൻ്റെ ഒരു അനാസ്ഥ ഇക്കാര്യത്തിൽ കാണുന്നു. മാത്രമല്ല, ഈ വണ്ടിയിൽ ആരാണ് ഉണ്ടായിരുന്നത്? കിളിമാനൂർ പോലീസ് ഇപ്പോൾ ഇതിലെ വലിയ സ്വാധീനമുള്ള ആൾക്കാർ ആരെങ്കിലും ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള കപ്പാസിറ്റി ഒരു പോലീസ് സ്റ്റേഷന് ഇല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഡിജിറ്റൽ ലോകത്ത് ഇതൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടും. ചിലപ്പോൾ ഒരു ദിവസം താമസിച്ചാലും ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കൂടെ അപകടത്തിലാകുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് ഈ മരിച്ച 2 പേർ, അതിൽ പ്രത്യേകിച്ച് ആ സ്ത്രീയുടെ ശരീരത്തൂടെ ഈ വണ്ടി കയറിയിറങ്ങി എന്നുള്ളത്, കാരണം അവരെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തുന്നതിന് പകരം വണ്ടി പിറകോട്ടെടുത്ത് അവരുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കിയതാണ്. മാപ്പറിയിക്കുന്ന കുറ്റമല്ല ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കിളിമാനൂർ പോലീസിന് അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നേരായ വഴിക്ക് പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കോഴിക്കോട്ടെ ബസ്സിലെ ലൈംഗിക അതിക്രമ ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ യുവതി ഒളിവിൽ പോയെന്ന സൂചന. ഇന്നലെ കേസെടുത്തതിന് പിന്നാലെ ഷിംജിത മുസ്തഫ ഒളിവിൽ പോയെന്നാണ് ലഭിക്കുന്ന വിവരം. ബസ്സിൽ വെച്ച് ലൈംഗിക അധിക്ഷേപം നടന്നതായി കരുതുന്നില്ലെന്ന് ബസ് ജീവനക്കാർ 24-നോട് പറഞ്ഞു. പ്രതിയെ പിടികൂടി ശിക്ഷ നടപ്പാക്കിയാലേ ഈ മരിച്ച യുവാവ് ദീപകന് നീതി ലഭിക്കുമെന്ന് കുടുംബം ഇന്ന് പ്രതികരിച്ചു. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗ ആർക്കും സഹിക്കാൻ പറ്റൂല. ഈ പൈതൽ മാത്രമേ ഞങ്ങളെ നോക്കാനുള്ളൂ. അതിനെ എളുപ്പം കൊണ്ടുപോയത്. ദീപകിന്റെ ആത്മഹത്യക്ക് കാരണമായ അധിക്ഷേപ വീഡിയോ പോസ്റ്റ് ചെയ്ത ഷിംജിത മുസ്തഫയ്ക്കെതിരെ കുടുംബം പരാതി നൽകിയതിന് പിന്നാലെ ഇന്നലെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ വീട്ടുകാരുടെയും പ്രതിയുടെയും മൊഴി രേഖപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ ഷിംജിതയ്ക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ബസ് ജീവനക്കാരുടെ മൊഴിയും പോലീസ് വിശദമായി രേഖപ്പെടുത്തി. ബസ്സിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. സംഭവം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അന്നേ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നും ബസ് ജീവനക്കാരൻ 24-നോട് പറഞ്ഞു. ഇല്ല, അങ്ങനത്തെ നമുക്കൊരു പരാതിയോ കാര്യമോ ഒന്നും കിട്ടിയില്ല. നമുക്ക് അങ്ങ് പരാതി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എയ്ഡ് പോസ്റ്റ് ഉണ്ട്, പോലീസുകാരുണ്ട്. നമ്മൾ അന്നേരം ഓൺ ദ സ്പോട്ടിൽ ആടെ നമ്മൾ ആൾക്കാർ ഇറക്കി പഴയങ്ങാടിയൊക്കെ പിന്നെ പോകുന്നുണ്ട്. അവിടെ നമ്മൾ അടുത്ത ട്രാക്ക്. പക്ഷേ നമ്മൾ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആടെ ആൾക്കാരെ ഇറക്കി നമ്മൾ ട്രാക്കിൽ വെക്കുകയാണ് ചെയ്തത്. പ്രതിയെ പിടികൂടിയാലേ തന്റെ മകന് നീതി കിട്ടുമെന്നാണ് ദീപകിന്റെ പിതാവ് ചോയി പറയുന്നത്. നല്ല ശിക്ഷ വാങ്ങി കൊടുക്കണം, അതിനെ പുറത്ത് വിടാക്കണം, അതിനെ ശിക്ഷിക്കണം. അങ്ങനെ എൻ്റെ മോനെ ഇതാക്കി ഞങ്ങൾ എൻ്റെ മകൻ്റെ ഞങ്ങളെ ജീവിതം വയ്യാലാക്കി. അല്ല അവൾക്ക് ഒരു ഇതായിട്ട് അവൾക്ക് അവിടെ നിന്ന് കഴിച്ചിടാനുള്ള സ്ഥിതി ഉണ്ടാക്കരുത്. ഇതിനിടെ അധിക്ഷേപ വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന പ്രകോപന പ്രതികരണവുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും
തൊടുപുഴ സ്വദേശിയുമായ അജയ് ഉണ്ണി രംഗത്തെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു അജയ് ഉണ്ണി. 24 കോഴിക്കോട്. വളരെ നിർഭാഗ്യകരമായ മറ്റൊരു വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ക്ഷണിക്കുന്നത്. മലപ്പുറം താഴെ ചേളാരിയിൽ പായസച്ചെമ്പിൽ വീണ് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. പത്തൂർ സ്വദേശി അയ്യപ്പനാണ് മരിച്ചത്. പായസം ഇളക്കുന്നതിനിടെ അദ്ദേഹം അബദ്ധത്തിൽ പായസച്ചെമ്പിലേക്ക് വീണുപോവുകയായിരുന്നു. എന്തായാലും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ബന്ധുവിൻ്റെ വീട്ടിൽ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കാര്യം പായസം ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പായസച്ചെമ്പിലേക്ക് വീണു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിശ്വസനീയമാണ്. പക്ഷേ അത് സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറയൂ. തീർച്ചയായും SKN, തീർത്തും ദുഃഖകരമായ ഒരു വാർത്തയാണ്. പണിക്കോട്ടുപടിയിൽ പാപ്പലൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള ബന്ധുവീട്ടിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു ഈ അയ്യപ്പൻ. ശനിയാഴ്ച പുലർച്ചെ 1:30യോടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. പായസം ഇളക്കുന്നതിനിടെ അബദ്ധത്തിൽ പായസച്ചെമ്പിൽ വീഴുകയായിരുന്നു. പായസച്ചെമ്പിൽ വീണ സമയത്ത് തന്നെ ഗുരുതരമായി പൊള്ളലേറ്റു എന്ന് മനസ്സിലായി. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്താണ് 70%-ലധികം അയ്യപ്പന് പൊള്ളലേറ്റതായി മനസ്സിലായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അയ്യപ്പനെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അവിടെ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹം മരണപ്പെട്ടത്. ഈ താഴെച്ചാളാരി വെളിമുക്ക് AUP സ്കൂളിലെ ബസ് ഡ്രൈവറായിരുന്നു അദ്ദേഹം. മുൻപ് അവിടെയുള്ള സ്വകാര്യ ബസ്സുകളിൽ ഡ്രൈവറായിരുന്നു എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. മലപ്പുറം താഴെച്ചാളാരി പുത്തൂർ നഗറിലെ പുത്തൂർ അയ്യപ്പനാണ് മരിച്ചത്. അദ്ദേഹത്തിന് 55 വയസ്സായിരുന്നു. ഓക്കെ, താങ്ക് യു. എന്തായാലും കഷ്ടമായി പോയി, വലിയ സങ്കടമാണ്. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ ചെമ്പിൽ കാര്യങ്ങൾ ഇളക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം എന്നുള്ളതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. കാരണം പായസം ഇളക്കുന്നതിനിടയിലാണ് അബദ്ധത്തിൽ ഇദ്ദേഹം പായസ ചെമ്പിലേക്ക് വീണുപോയത്. മറ്റൊരു വാർത്തയിലേക്ക്. കോട്ടയം പുതുപ്പള്ളിയിലെ റബ്ബർ ബോർഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് 70 പവന്റെ സ്വർണം മോഷണം പോയി. 2 ക്വാർട്ടേഴ്സുകളിലാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഇതാ ഈ റിപ്പോർട്ടിലുണ്ട്. പുതുപ്പള്ളിയിലെ റബ്ബർ ബോർഡ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ് മോഷണം നടന്നത്. ഇന്നലെ രാത്രിയിൽ മുറികൾ കുത്തിത്തുറന്ന് സ്വർണവും പണവും മോഷ്ടിക്കുകയായിരുന്നു. 2 ക്വാർട്ടേഴ്സുകളിൽ നിന്നാണ് സ്വർണം നഷ്ടമായിരിക്കുന്നത്. മറ്റ് 2 ക്വാർട്ടേഴ്സുകളിൽ മോഷണശ്രമം നടന്നിട്ടുണ്ട്. മോഷണം നടന്ന ക്വാർട്ടേഴ്സിൽ ഈ സമയം ആരുമുണ്ടായിരുന്നില്ല. പലരും നാട്ടിലും മറ്റു പരിപാടികളിലുമായി പോയിരിക്കുകയായിരുന്നു. ഇവർ രാവിലെ തിരികെ എത്തിയപ്പോഴാണ് മോഷണവിവരം അറിയുന്നത്. ഉടൻ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസെത്തി വിശദ പരിശോധന നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു. CCTVകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നുണ്ട്. 24 കോട്ടയം. കോട്ടയം റബ്ബർ ബോർഡ് ക്വാർട്ടേഴ്സിലെ മോഷണത്തിൽ പോലീസ് സീരിയസ് ആയിട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, വല്ല സൂചനയും കിട്ടിയോ മോഷ്ടാക്കളെ കുറിച്ച്? കാരണം ഇന്നത്തെ വിലയ്ക്ക് വലിയ ഒരു വിലയുണ്ടല്ലോ അതിന്. തീർച്ചയായിട്ടും SKN, വലിയൊരു തുകയുടെ സ്വർണം തന്നെയാണ് മോഷണം പോയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ലഭിക്കുന്ന ഒരു വിവരം, ഔദ്യോഗികമായിട്ട് തന്നെ ലഭിക്കുന്ന വിവരം, ഏകദേശം 70 പവനോളം നഷ്ടമായിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. നേരത്തെ അത് 100 പവന് മുകളിലാണെന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. എന്നാൽ കണക്ക് എടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു ക്വാർട്ടേഴ്സിൽ നിന്ന് 40ഉം മറ്റൊരു ക്വാർട്ടേഴ്സിൽ നിന്ന് 35 പവൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കണക്കാണ് പോലീസ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പറയുന്നത്. ഇനി മറ്റെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി പരിശോധിച്ചു വരികയാണ്. റബ്ബർ ബോർഡിൻ്റെ പുതുപ്പള്ളിയിലുള്ള ഒരു ആസ്ഥാനമുണ്ട്. അവിടെ ഒരു ക്വാർട്ടേഴ്സുകളാണ്, ഉദ്യോഗസ്ഥർ താമസിക്കുന്ന സ്ഥലമാണ്, പ്രധാനപ്പെട്ട റബ്ബർ ബോർഡിൻ്റെ ഓഫീസ് ഇരിക്കുന്ന പ്രദേശമാണ്. അത് നല്ല സെക്യൂരിറ്റിയൊക്കെ ഉള്ള, ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അവിടെ കടന്ന് ഈ ക്വാർട്ടേഴ്സിലേക്ക് എത്തി അവിടുത്തെ മുറികൾ കുത്തി തുറന്ന് ഇങ്ങനെ ഈ സ്വർണം മോഷ്ടിച്ചത് ആര് എന്നുള്ള ചോദ്യമാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഇതിനോടകം തന്നെ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും എല്ലാം അവിടെ എത്തി പരിശോധന നടത്തി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ CCTV അടക്കം പരിശോധിച്ച് എത്രയും വേഗം പ്രതിയെ പിടിക്കാനുള്ള എല്ലാ നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ജില്ല വിട്ട് പ്രതി പോകാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. വാഹന പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ പ്രതിയെ പിടികൂടാനുള്ള, അല്ലെങ്കിൽ ഒന്നിലധികം പ്രതികളുണ്ടോ എന്ന് പോലും പോലീസിന് ഇപ്പോൾ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള ആളുകളെ കണ്ടാൽ അത് കൃത്യമായി അന്വേഷിക്കാനുള്ള നടപടികൾ, നിർദ്ദേശങ്ങൾ നൽകിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കോട്ടയം നഗരത്തിൽ അടുത്തിടെ ഇത് സമാനമായ രീതിയിലുള്ള ഒരു സംഭവം നടന്നിരുന്നു. ഒരു ഫ്ളാറ്റിൽ കയറി, ഒരു വില്ലയിൽ
കയറി അവിടുത്തെ വില്ലയിൽ നിന്നും ഏകദേശം 50 പവനോളം മഹാരാഷ്ട്രയിൽ നിന്നും വന്ന ഒരു മോഷ്ടാവ് മോഷ്ടിച്ചുകൊണ്ട് പോയി. ആ പ്രതിയെ 1 മാസം കൊണ്ട് തന്നെ പോലീസിനെ പിടികൂടാൻ സാധിച്ചു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്രയും വലിയ പവൻ സ്വർണം കോട്ടയത്ത് നിന്ന് തന്നെ നഷ്ടമാകുന്നത്. അതും ഇത്രയും സെക്യൂരിറ്റിയൊക്കെയുള്ള റബ്ബർ ബോർഡ് കോട്ടയത്തിൽ നിന്നും പോയി എന്ന് പറയുമ്പോൾ അത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പിടികൂടാനുള്ള ഈ പ്രതികളെ പിടികൂടാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SKN ഈ ഹസീന ഷാജി ഒരു കമന്റ് ബോക്സിൽ ചോദിക്കുന്നു, SKN വൈകുന്നേരം 100 പവൻ എന്നാണല്ലോ പറഞ്ഞു, ഇപ്പോൾ അത് 70 പവനായോ എന്ന് ചോദിക്കുന്നു. എന്തെങ്കിലും ഇതിന്റെ ക്വാണ്ടിറ്റിയിൽ വല്ല സംശയമോ കൺഫ്യൂഷൻ ഉണ്ടായോ? ഓക്കെ, നമുക്ക് ആ സംശയം നിവൃത്തി വരുത്താനുണ്ടായിരുന്നു. പക്ഷേ ടോബി, യഥാർത്ഥത്തിൽ ഹസീന ഷാജി എന്നൊരു നമ്മുടെ ഒരു പ്രേക്ഷകർ ചോദിക്കുന്നു, നേരത്തെ 100 പവൻ എന്ന് പറഞ്ഞു, ഇപ്പോൾ 70 പവനായി, എന്തായി കൺഫ്യൂഷൻ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും SKN ആദ്യമേ ഈ വിവരം ലഭിക്കുമ്പോൾ 100 പവനോളം നഷ്ടമായി എന്നുള്ള വിവരമാണ് പ്രാഥമികമായിട്ട് പോലീസ് പങ്കുവച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ കണക്കെടുപ്പ് കൃത്യമായി, അതായത് എത്ര പവൻ ഉണ്ടെന്ന് ഈ ക്വാർട്ടേഴ്സിൽ ആളുകളില്ലായിരുന്നു. അതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ വന്ന് കൃത്യമായിട്ട് ഇത്ര പവനുണ്ട് എന്ന് കണക്കെടുത്തതിന് ശേഷമാണ് അത് 75 പവനോളം ഉണ്ട് എന്നുള്ളൊരു വിവരത്തിലേക്ക് എത്തിയത്. അതാണ് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്. എന്തായാലും 75 പവൻ എന്നുള്ള ഒരു നിലയിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. മറ്റാർക്കെങ്കിലും 2 ക്വാർട്ടേഴ്സുകളിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്ന ആളുകളെയും കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് മൊഴിയെടുത്ത് അവർക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിലവിൽ ഔദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരമനുസരിച്ച് 75ഓളം പവൻ നഷ്ടമായിട്ടുണ്ടെന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. നേരത്തെ അത് 100 പവൻ എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു കണക്കായിരുന്നു. പക്ഷേ അതിൻ്റെ ഉടമസ്ഥരെ വിളിച്ച് കൃത്യമായി മൊഴിയെടുത്തപ്പോഴാണ് അത് ഇത്ര പവനുണ്ട് എന്നുള്ള ഒരു വ്യക്തതയിലേക്ക് പോലീസ് വന്നത്. ഏതായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. മറ്റെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധന കൂടിയുണ്ട്. ഇതൊരു വലിയ കോമ്പൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിരവധി ക്വാർട്ടേഴ്സുകളുണ്ട്. മറ്റെവിടെയെങ്കിലും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പ്രതിയെ പിടികൂടാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയും പോലീസിനുണ്ട്. ഓക്കെ, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. മിനിബാബു ചോദിക്കുകയാണ്, നമ്മുടെ ഈ പായസച്ചമ്പൽ വീണ് ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ SKN കലോത്സവ കലവറയിൽ കയറിയപ്പോൾ ചട്ടുകം വാങ്ങി പായസം ഇളക്കുന്നത് കണ്ടു. നീ ഇത്തരം സാഹസത്തിനൊന്നും പോകരുത് എന്ന് പറഞ്ഞു. എന്തായാലും ഇത് കേട്ടപ്പോൾ എനിക്കൊരു ചെറിയ പേടി തോന്നി. ഞാനന്ന് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങനെ പായസം ഇളക്കാൻ കയറിയതാണ്. സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പ്. പവന് 3160 രൂപ കൂടി 1,10,400 രൂപയായി മാറി. ഇന്ന് 3 തവണയാണ് സ്വർണ്ണവില കൂടിയത്. ഓഹരി വിപണികളും ഇന്ന് വലിയ തകർച്ചയാണ് നേരിട്ടത്. രാവിലെ ഒരു തവണ സ്വർണ്ണവിലയിൽ മാറ്റം വരുന്നതാണ് പതിവ്. എന്നാൽ ഇന്ന് 5 മണിക്കൂറിനിടെ 3 തവണ മാറ്റമുണ്ടായി. രാവിലെ ഗ്രാമിന് 95 രൂപ കൂടി. 11:30 ഗ്രാമിന് പിന്നെയും 100 രൂപ കൂടി. അന്താരാഷ്ട്ര വിപണിയിൽ വില പുതിയ ഉയരത്തിലേക്ക് കുതിച്ചതോടെ ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില മൂന്നാമതും കൂട്ടി. 200 രൂപയാണ് ഗ്രാമിന് ഒടുവിൽ കൂട്ടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,800 രൂപയും പവന് 1,10,400 രൂപയുമായി. ട്രംപിന്റെ വ്യാപാര നയത്തിലെ അസ്ഥിരത, ഗ്രീൻലാൻഡ് പിടിക്കാനുള്ള നീക്കമടക്കം അന്താരാഷ്ട്ര സാഹചര്യങ്ങളിലെ അരക്ഷിതാവസ്ഥ, ഒപ്പം ഇനിയും വില കൂടുമെന്ന് കരുതി നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടുന്നതുമാണ് ഈ കുതിപ്പിന് കാരണം. സ്വർണ്ണവില കൂട്ടുന്ന അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ വിപണിയെയും ബാധിച്ചു. ഓഹരി സൂചികകൾ 3 മാസത്തിനിടെയുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ്. BSE ഓഹരി സൂചികയായ സെൻസെക്സ് ഇന്ന് 1000 പോയിന്റിലേറെ ഇടിഞ്ഞു. നിഫ്റ്റി 50യും 1.38% ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഡോളറിനെതിരെ രൂപ ഇന്നും ഒരു ഘട്ടത്തിൽ 91 എന്ന നിലവാരം ഭേദിച്ചു. ഡോളർ വിറ്റഴിച്ച് റിസർവ് ബാങ്ക് ശക്തമായ ഇടപെടൽ നടത്തുന്നത് കാരണമാണ് വീഴ്ചയുടെ ആഘാതം ഒരു പരിധിവരെ കുറഞ്ഞത്. 24 മുംബൈ. ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്, സങ്കടകരമായ വാർത്തയാണ്. ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു എന്നാണ് വിവരം. തിരുവനന്തപുരത്താണ് ഈ സംഭവം. ബാലരാമപുരം RC സ്ട്രീറ്റിൽ ജേക്കബ് അജി ദമ്പതികളുടെ മകൻ അജയാണ് തൂങ്ങി മരിച്ചത്. ശുചിമുറിയിൽ തൂങ്ങി മരിച്ചതിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. എന്തായാലും വലിയ സങ്കടകരമായ കാര്യമായി പോയി. നമ്മുടെ കുട്ടികളെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ഒരു മരണം ഒന്നിലും പരിഹാരമല്ല എന്ന് നമ്മൾ എത്രയോ തവണ പറഞ്ഞാലും അതൊന്നും കാര്യമില്ലാതെ വരുന്നു. ഇനി ഒരു ഇടവേളയാണ്. ഇടവേള കഴിയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും ഇന്ന് വ്യാപകമായി എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടത്തി. 21 ഇടങ്ങളിലാണ് 4 സംസ്ഥാനങ്ങളിലായി റെയ്ഡ് നടന്നത്. 3 സംസ്ഥാനങ്ങൾ നടന്നു. തമിഴ്നാട്, കേരളം, കർണാടക, ഈ 3 സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടത്തി. എന്നാലും ഈ റെയ്ഡിന്റെ വിശദാംശങ്ങളുമായി ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വരാം. ബ്രേക്ക്. മോഹനൻ പറയുന്നു, ഇവിടെ കഴിഞ്ഞ ദിവസം ദീപകിന്റെ മരണ ദിവസം തന്നെ ഒരു 24-ലും അതേ മരണം സ്വീകരിച്ചു. ഗെയിം കളിച്ചതിന് അടിമത്തം സ്വീകരിച്ച് മരണത്തിൽ കലാശിച്ചു എന്നറിഞ്ഞാണ്
ഇങ്ങനെ പറയുന്നത്. നമ്മുടെ ഓൺലൈനിലും ഒക്കെ തന്നെ ഒരുപാട് അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. നമ്മുടെ കുട്ടികളെയൊക്കെ തന്നെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ വളർത്തേണ്ട ഒരു ആതുര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും ഇന്ന് വ്യാപകമായ റെയ്ഡുണ്ടായി. ED ആണ് റെയ്ഡ് നടത്തിയത്. തന്ത്രി കണ്ഠരര് രാജീവരൊഴികെ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ വീടുകളും അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും ഒക്കെ തന്നെ ഇന്ന് ഒരേ സമയം റെയ്ഡ് നടന്നു. രാജ്യത്തുടനീളം അല്ലെങ്കിൽ 3 സംസ്ഥാനങ്ങളിൽ 21 ഇടങ്ങളിൽ ഇന്ന് റെയ്ഡ് നടന്നു. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണം വെളുപ്പിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം. ഈ മാസം 9-ന് ECIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഒരേ സമയം വ്യാപക പരിശോധന നടന്നത്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെയും ബംഗളൂരുവിലെയും വസതികളിലും A പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിലും B മുരാരി ബാബുവിന്റെ ചങ്ങനാശ്ശേരിയിലെ വസതിയിലും ഒരേ സമയം പരിശോധന നടന്നു. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ബല്ലാരിയിലെ വീട്ടിലും റൊദ്ദം ജ്വല്ലറിയിലും പരിശോധന നടന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും CEO പങ്കജ് ഭണ്ഡാരിയുടെ വീട്ടിലും ED ഉദ്യോഗസ്ഥരെത്തി. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂടിന് സമീപമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലും പരിശോധന നടത്തി. ഇവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാതാവിനെ കൂട്ടിയാണ് കാരേറ്റിലെ വസതിയിൽ ED ഉദ്യോഗസ്ഥരെത്തിയത്. ഇതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയ ED ഉദ്യോഗസ്ഥർക്ക് ഓഫീസിലെ ജീവനക്കാരെത്തും വരെ 1 മണിക്കൂറിലേറെ കാത്തിരിക്കേണ്ടി വന്നു. കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം കണ്ടെത്തുക, പണം ആർക്കൊക്കെ ലഭിച്ചെന്ന് കണ്ടെത്തുക, നിർണായകമായ രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുക്കുക, കള്ളപ്പണം വെളുപ്പിക്കലിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തുക എന്നിവയാണ് പരിശോധനയുടെ ലക്ഷ്യമെന്ന് ED വ്യക്തമാക്കി. ശബരിമലയിലെ വഴിപാടുകളിലും ആചാരങ്ങളിലും നടന്ന ക്രമക്കേടുകൾ ഉൾപ്പെടെ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും അതും PMLA പരിധിയിൽ കൊണ്ടുവരുമെന്നുമാണ് ED അറിയിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിലും രാത്രിയിലും ED പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തിയും അതുപോലെ ഷിജോ കുര്യനും ചേരുകയാണ്. ആദ്യം ഷിജോ കുര്യനിലേക്ക്. ഷിജോ, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന തുടരുന്നു. ഇത്രയധികം മണിക്കൂറുകൾ രാവിലെ തുടങ്ങിയ പരിശോധനയാണല്ലോ. എത്ര മണിക്കാണ് പരിശോധന ആരംഭിച്ചത്? ഇപ്പോൾ എവിടെ വരെയായി കാര്യങ്ങൾ? SKN ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിശോധിക്കുക എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഇന്ന് രാവിലെ ഏതാണ്ട് 6 മണി മുതൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ചേർക്കപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ED എത്തിയതാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ കേരളത്തിന്റെ പലയിടങ്ങളിലായിട്ട് പത്തനംതിട്ട, അതുപോലെ തന്നെ ഈ പറയുന്ന ആലപ്പുഴ, തിരുവനന്തപുരം അടക്കമുള്ള വിവിധ ഇടങ്ങളിലുള്ള ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായിട്ടുള്ള ആളുകളുടെ വീട്ടിലേക്ക് ED സംഘം എത്തുകയും വിവിധ മണിക്കൂറുകൾ നീണ്ട പരിശോധന തുടരുകയും ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും N വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ഈ പറയുന്ന പത്മകുമാറിന്റെയും ഒക്കെ വീട്ടിൽ 11-12 മണിക്കൂറുകൾ നീണ്ട പരിശോധനയായിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് 2 മണിക്കൂറിലധികം വൈകിയാണ് ED സംഘത്തിന് അവിടെ പരിശോധനയ്ക്ക് കയറാനുള്ള സമയം കിട്ടിയത്. കാരണം മറ്റ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്താനുള്ള ഒരു സമയം 2 മണിക്കൂറിലധികം വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പരിശോധന നീണ്ടുപോകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് വേണമെങ്കിൽ EDക്ക് സംശയിക്കാൻ കഴിയാവുന്ന ഒരു കേന്ദ്രം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവനന്തപുരത്തെ ആസ്ഥാനമാണ്. അവിടെ നിന്ന് പലതരത്തിലുള്ള ഫയലുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള ക്രയവിക്രയങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം പരിശോധിക്കണം. എന്തായാലും കുറച്ചും കൂടി സമയം നീണ്ടു നിൽക്കുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പരിശോധന നീണ്ടു നിൽക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. മറ്റിടങ്ങളിലെ പരിശോധന ഏതാണ്ട് 11-12 മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കി ED സംഘം മടങ്ങിയിരുന്നു. നിലവിൽ എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഇപ്പോഴും പരിശോധന പുരോഗമിക്കുകയാണ്. അത് ഇനിയും കുറച്ചുകൂടി മണിക്കൂറുകൾ നീണ്ടു നിൽക്കും. കാരണം 2024-25 കാലഘട്ടത്തിൽ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തെ അടക്കമുള്ള വിവരങ്ങൾ ED സംഘം പരിശോധിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്, ആ വിവരങ്ങളാണ് പ്രധാനമായിട്ടും ശേഖരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ പറയുന്ന മുരാരി ബാബു, N വാസു, പത്മകുമാർ, ജയശ്രീ അടക്കമുള്ള ആളുകളുടെ ബാങ്കിംഗ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ മറ്റ് ഡിജിറ്റൽ ഡിവൈസുകളിൽ നിന്നുള്ള വിവരങ്ങൾ അതെല്ലാം
ഡി ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിൽ തുടർ നീക്കം ഉണ്ടാവണം അതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലും ED സംഘത്തിനുണ്ട്. എന്തായാലും അതിന്റെ മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധന കൂടി പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും മറ്റൊരു ഘട്ടത്തിലേക്ക് ED കടക്കുക. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് SIT സംഘം നിലവിൽ 3 ദിവസത്തേക്ക് സന്നിധാനത്ത് തങ്ങിക്കൊണ്ട് അവിടുത്തെ വിവരങ്ങൾ കൂടി ശേഖരിക്കും. ഇന്നലെ രാത്രിയോടുകൂടി 3 SIT സംഘത്തിലെ ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് എത്തുകയും ഇന്ന് SP ശശിധരൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സന്നിധാനത്തേക്ക് എത്തി അവിടുത്തെ പരിശോധനകൾ തുടരുകയും ചെയ്തിരുന്നു. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് SIT സന്നിധാനത്ത് പരിശോധിക്കുന്നത്. എന്തായാലും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്കാണ് EDയും SITയും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഷിജോ കുര്യൻ. ഇപ്പോൾ ചെന്നൈയിൽ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ഇന്ന് രാവിലെ തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പരിശോധന തുടരുകയാണ്. മനീഷ് മൂർത്തി അവിടെ നിന്നും തത്സമയം ചേരുന്നു. പറയും മനീഷ് മൂർത്തി, എന്തുകൊണ്ടാണ് ഇത്രയധികം മണിക്കൂർ നീണ്ടുപോകുന്നത്? നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ? കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള കണക്കുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളാണ് ഇവിടെ പരിശോധിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ്. ഏറെക്കുറെ 13.5 മണിക്കൂർ ഇപ്പോൾ ആവുന്നു. 13.5 മണിക്കൂറായി പരിശോധന തുടങ്ങിയിട്ട്. ഒരു ലഞ്ച് ബ്രേക്ക് പോലും ഇല്ലാതെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പോലും പുറത്തേക്ക് വരാതെയാണ് ഉദ്യോഗസ്ഥർ ഈ ഒരു പരിശോധന തുടരുന്നത്. മാത്രമല്ല 60ഓളം ജീവനക്കാർ ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിലുള്ള 60ഓളം ജീവനക്കാരും ഇപ്പോൾ ഈ സ്ഥാപനത്തിനകത്ത് തന്നെയാണുള്ളത്. അവരെയും പുറത്തേക്ക് വിട്ടിട്ടില്ല. അതായത് പരിശോധന കഴിയുന്ന മുറയ്ക്ക് മാത്രമേ ജീവനക്കാർ പുറത്തിറങ്ങാവൂ എന്നുള്ളൊരു നിർദ്ദേശം EDയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിൽ കർശനമായൊരു പരിശോധന തന്നെയാണ് നടക്കുന്നത്. ഓരോ വിവരങ്ങളും, അതായത് പ്രധാനമായും സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് ഈ പറഞ്ഞ രീതിയിൽ ഈ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാണ് ഈ സാമ്പത്തികം വന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് പരിശോധിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിൽ കഴിഞ്ഞ 13.5 മണിക്കൂറായി ഇപ്പോൾ പരിശോധന തുടർന്നിടയ്ക്ക് ചില ജീവനക്കാരെ അകത്തേക്ക് വിളിപ്പിച്ചിരുന്നു. ചില ഡോക്യുമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നതിനുമൊക്കെയായി ബന്ധപ്പെട്ട് വൈകുന്നേരത്തോടു കൂടിയാണ് ചില ജീവനക്കാരെ അകത്തേക്ക് വിളിപ്പിച്ചത്. അങ്ങനെ ഈ പറഞ്ഞ രീതിയിലുള്ള ഓരോ ഫയലുകളും അല്ലെങ്കിൽ ഓരോ ഡോക്യുമെൻറ്റുകളും വളരെ കൃത്യമായി തന്നെ പരിശോധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇനിയും പരിശോധന തുടരും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇന്നിപ്പോൾ അല്പസമയങ്ങൾ കൂടി എന്തായാലും പരിശോധന ഇവിടെ തുടരും. അതിനുശേഷം ഇനിയിപ്പോൾ നാളെ പരിശോധന ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ എന്തായാലും ഇന്ന് തന്നെ പരമാവധി വിവരങ്ങൾ ഇവിടെ നിന്നും ശേഖരിക്കുക എന്നതാണ് EDയുടെ ഒരു ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജീവനക്കാരെ പോലും പുറത്തു വിടുന്നില്ല. 60ഓളം ജീവനക്കാർ നിലവിൽ ഇപ്പോഴും ഈ ഒരു സ്മാർട്ട് ക്രിയേഷൻസിനകത്തുണ്ട്. പരമാവധി രേഖകൾ പരിശോധിക്കുന്നു. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളാണ് ഭൂരിഭാഗവും ED പരിശോധിക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറഞ്ഞ പങ്കജ് ഭണ്ഡാരിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് പരിശോധന എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗളൂരുവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. അത് ഏകദേശം 12 മണിക്കൂറോളം നീണ്ടു നിന്ന പരിശോധന നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ബെല്ലാരിയിലുള്ള ഗോവർദ്ധൻ്റെ ജ്വല്ലറി, രുദ്ധം ജ്വല്ലറിയിലുള്ള നടത്തുള്ള പരിശോധന ജ്വല്ലറിയിലും അതുപോലെ തന്നെ വീട്ടിലും ഈ പരിശോധനയും നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ചെന്നൈയിൽ നടക്കുന്ന പരിശോധന ഇനിയും ചില മണിക്കൂറുകൾ കൂടി നീളും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, മനീഷ് മൂർത്തിയാണ് ചെന്നൈയിലെ അമ്പത്തൂരിൽ നിന്നും തത്സമയം ചേർന്ന്. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഓഫീസിൽ ഇന്ന് രാവിലെ നടന്ന റെയ്ഡ് ഇപ്പോഴും ED തുടരുകയാണ്. കാരണം എന്തായാലും ഇതിൽ ഈ നമ്മുടെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ ഇപ്പോൾ ജയിലിലാണ് എന്ന്, പങ്കജ് ഭണ്ഡാരി ഇപ്പോൾ ജയിലിലാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ED അന്വേഷണം സംശയാസ്പദമെന്ന ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. അന്വേഷണത്തിൽ വിവേചനമുണ്ടായെന്ന് സംശയമുണ്ടെന്ന് മന്ത്രി പറയുന്നു. ശബരിമലയിലുണ്ടായ ക്രമക്കേടുകൾ സിസ്റ്റത്തിലുണ്ടായ പരാജയമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പ്രതികരിച്ചു. സത്യം അന്വേഷിച്ചുള്ള ഏത് പ്രവൃത്തിക്കും ഒപ്പമുണ്ടാകും. ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ വിശ്വാസികൾക്ക് സംശയങ്ങളുണ്ട്. അത് വീണ്ടെടുക്കാനുള്ള ഇടപെടൽ നടത്തുമെന്നും K ജയകുമാർ. SITയുടെ അന്വേഷണം തൃപ്തികരമായി പോകുന്നെന്ന് കോടതി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ കൂടി ED വരുന്നതിൻ്റെ ഉദ്ദേശം പലർക്കും സംശയിച്ചുകൂടി കാണുന്നത്. അത് മാത്രമല്ല, ചിലയിടത്ത് വിവേചനാപരമായ സമീപനം കാണിക്കുകയും ചെയ്തു. റെഡി ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ വരണ്ടേ. നമുക്കൊരു കാര്യം അറിയാം, SIT നല്ല രൂപത്തിലാണ് അന്വേഷണം കൊണ്ടുപോയത്. ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിലാണ്. നമുക്ക് ആർക്കും സംശയമില്ല. കോടതി സംതൃപ്തി രേഖപ്പെടുത്തി. ആ സംതൃപ്തി തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത്. ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സത്യം അന്വേഷിക്കുന്ന ഏതൊരു പ്രവർത്തനവും നടക്കട്ടെ. നമ്മളിപ്പോൾ എന്താ പ്രതികരിക്കേണ്ടത്? അവർ സത്യം അന്വേഷിച്ച് വന്നു, അവർ നടത്തട്ടെ. നമ്മളെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. പുതിയ ബോർഡിൻ്റെ ഒരു ചാലഞ്ച് തന്നെ എന്താണ്, ഈ സംഭവങ്ങൾ കൊണ്ടെല്ലാം വിശ്വാസികൾക്ക് ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം. അത് വീണ്ടെടുക്കുന്നത് എങ്ങനെ? അതിപ്പം കൂടെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. വീണ്ടെടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ കൂടുതൽ സുതാര്യത ഉണ്ടാവണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കണം. അത്തരത്തിലുള്ള സിസ്റ്റംസ് പരിഷ്കരിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞാനും.
എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യത ഉറപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ ജയകുമാർ AS പറയുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പക്കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ നാളെ വിധിയുണ്ടാകും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം വേണമെന്നാവശ്യപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഹർജി കൊടുത്തിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. അതേസമയം ശബരിമല സന്നിധാനത്ത് സ്ട്രോങ് റൂമിൽ SITയുടെ പരിശോധന തുടരുകയാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യ സൂത്രധാരനെന്ന് SIT വിലയിരുത്തുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയുക. ദ്വാരകപാല കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം വേണമെന്നാവശ്യപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഹർജി സമർപ്പിച്ചത്. ഹർജിയെ പ്രോസിക്യൂഷൻ എതിർത്തില്ല. പക്ഷേ ശക്തമായ ജാമ്യവ്യവസ്ഥകൾ പ്രതിക്കുമേൽ ചുമത്തണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കട്ടളപ്പാളിക്കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ ദ്വാരപാല കേസിൽ ജാമ്യം ലഭിച്ചാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിന് പുറത്തിറങ്ങാൻ കഴിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്വർണ്ണപ്പാളികളുടെ അളവും തൂക്കവും അടക്കമുള്ള കാര്യങ്ങളിലും വീണ്ടും SIT അന്വേഷണം തുടങ്ങി. കൊടിമരം മാറ്റി സ്ഥാപിച്ച അടക്കമുള്ള കാര്യങ്ങളിലും സമഗ്രമായ അന്വേഷണം ഉണ്ടാകും. സന്നിധാനത്ത് 2 ദിവസം തങ്ങി വിശദമായ വിവരം ശേഖരിക്കാനാണ് SITയുടെ തീരുമാനം. SIT തലവൻ SP ശശിധരൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ശബരിമലയിലെത്തി വീണ്ടും അന്വേഷണം നടത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിനെ ഇന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചാൽ ശബരിമല കേസിൽ ആദ്യം ജാമ്യം ലഭിക്കുന്നയാളായി മാറും ഉണ്ണികൃഷ്ണൻ പോറ്റി. 24 കൊല്ലം. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് അനിശ്ചിതകാല സമരത്തിലേക്ക്. മറ്റന്നാൾ മുതൽ അവർ അധ്യാപനം ബഹിഷ്കരിക്കും. ഫെബ്രുവരി 2 മുതൽ OPയും ബഹിഷ്കരിക്കും. സർക്കാർ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നാണ് KGMCTA ആരോപിക്കുന്നത്. തിരുവനന്തപുരത്ത് റിനു ശ്രീധർ തത്സമയം ചേരുന്നു. പറയൂ റിനു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ മെഡിക്കൽ കോളേജുകളിലെ, അതായത് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. വിവിധ ഘട്ടങ്ങളിൽ സമരങ്ങളും പ്രഖ്യാപിച്ചതാണ്. പക്ഷേ നേരത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ധനവകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തിയതിൽ ഈ സമരത്തിലേക്ക് പോകാതെ ഒത്തുതീർപ്പിൽ എത്തുന്ന, രമ്യതയിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ 18-ന് സർക്കാർ ഇറക്കിയ സർക്കുലർ അനുസരിച്ച് ഇവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ KGMCTA ആരോപിക്കുന്നത്. അതിനാൽ വലിയ രീതിയിലുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുവാനും മെഡിക്കൽ കോളേജുകളിലെ, സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സംഘടന ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 22 മുതൽ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപനം ബഹിഷ്കരിക്കുമെന്നുള്ളതാണ് ആദ്യ സമരപടിയായി മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം അന്നേ ദിവസം DMO ഓഫീസിന്, തിരുവനന്തപുരത്തെ DMA ഓഫീസിലും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും പ്രതിഷേധ ധർണയും സംഘടിപ്പിക്കുവാൻ വേണ്ടി KGMCTA തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 27-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുവാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 2 മുതൽ OP ബഹിഷ്കരിക്കുമെന്നുള്ളൊരു തീരുമാനത്തിലേക്കും കടക്കുകയാണ് ഡോക്ടർമാരുടെ സംഘടന. ഫെബ്രുവരി 9 മുതൽ അടിയന്തര സാഹചര്യമില്ലാത്ത സർജറികൾ ബഹിഷ്കരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 11 മുതൽ യൂണിവേഴ്സിറ്റി പരീക്ഷാ ജോലികളിൽ നിന്നും ഈ മെഡിക്കൽ കോളേജ് പ്രൊഫസർമാർ വിട്ടുനിൽക്കും എന്നുള്ള ഒരു അറിയിപ്പും നൽകിയിട്ടുണ്ട്. അടിയന്തരമായി അവർ ഉന്നയിച്ച വിവിധ ആവശ്യങ്ങൾ, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ, ഇത് അംഗീകരിച്ചില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരം സമരപരിപാടികൾ അവർ പ്രഖ്യാപിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. നാളെ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യവകുപ്പോ സർക്കാരോ ഇവരെ ഒരു സമവായ ചർച്ചയ്ക്ക് വിളിക്കുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു വാർത്ത വരുന്നു. 15ാം നിയമസഭയുടെ അവസാന സമ്മേളനത്തിന് വിവാദങ്ങളോടെ തുടക്കമായി. നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങളിൽ ചിലത് ഒഴിവാക്കിയ ഗവർണറുടെ നടപടി വിവാദങ്ങൾക്ക് തുടക്കമിട്ടു. ഗവർണർ ഒഴിവാക്കിയ ഭാഗം സഭയിൽ വായിച്ച് മുഖ്യമന്ത്രിയുടെ അസാധാരണ നടപടി. അർത്ഥസത്യങ്ങൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായിട്ടാണ് ലോകഭവന്റെ പ്രതികരണം. ഗവർണർ സർക്കാർ തർക്കമെന്ന് കേട്ടാൽ ജനം ചിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരിഹാസം. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ അവസാന നയപ്രഖ്യാപനത്തോടെ ഗവർണർ സർക്കാർ പോര് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിക്കുകയാണ്. സാധാരണ പോലെ കടന്നുപോയെന്ന് തോന്നിച്ച നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞായിരുന്നു അപ്രതീക്ഷിത ട്വിസ്റ്റ്. പ്രസംഗം പൂർത്തിയാക്കി മടങ്ങിയ ഗവർണറെ യാത്രയാക്കിയ ശേഷം മടങ്ങി വന്ന മുഖ്യമന്ത്രി പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഗവർണർ ഒഴിവാക്കിയെന്നും ചില ഭാഗത്ത് കൂട്ടിച്ചേർക്കൽ നടത്തിയെന്നും സഭയെ അറിയിച്ചു. പ്രസംഗത്തിലെ 12, 15, 16 ഗണ്ണികകളിലാണ് ഒഴിവാക്കലും കൂട്ടിച്ചേർക്കലും നടന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം അംഗീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ
ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. മന്ത്രിസഭ തയ്യാറാക്കി നൽകിയ പ്രസംഗത്തിലെ ഒഴിവാക്കലും കൂട്ടിച്ചേർക്കലും രേഖകളിൽ ഉണ്ടാകില്ലെന്ന് സ്പീക്കറും വ്യക്തമാക്കി. നിയമസഭയെ ബഹുമാനപ്പെട്ട ഗവർണർ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്നത് ഗവൺമെന്റ് വേണ്ടി ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗമാണ്. അതിൽ നിന്ന് വിട്ടുപോകുന്നതോ വ്യതിചലിക്കുന്നതോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതല്ല. അതാണ് നമ്മുടെ സഭയുടെ കീഴ്വഴക്കം. എല്ലാ കാര്യങ്ങളിലും ഒത്തുതീർപ്പിലെത്തുന്ന ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പരിഹാസ്യമാണെന്നായിരുന്നു പ്രതിപക്ഷ നിലപാട്. ക്യാബിനറ്റ് തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. ഗവർണർക്ക് പേഴ്സണൽ വ്യൂസ് പറയാനുള്ള അധികാരമില്ല. ഗവർണർക്ക് കൂട്ടിച്ചേർക്കാനോ വിട്ടുകളയാനുള്ള അധികാരമില്ല. അതൊരു ഭരണഘടനാപരമായ കാര്യമാണ്. അതിനോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷേ ഗവർണറും ഈ സർക്കാരും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരി തുടങ്ങുമ്പോൾ, കാരണം ഏത് രാത്രി വേണമെങ്കിലും സെറ്റിൽമെന്റ് ആവാം. പിന്നാലെ അനാവശ്യ വിവാദമെന്നാരോപിച്ച് ലോക് ഭവൻ വാർത്താക്കുറിപ്പിറക്കി. നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്ന് അർദ്ധസത്യങ്ങൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായി വാർത്താക്കുറിപ്പിൽ ലോക് ഭവൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് മുൻപും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള രാഷ്ട്രീയ ഭിന്നതയും ഭരണഘടനാപരവുമായ വിയോജിപ്പുകളുമാണ് വിവാദങ്ങൾക്ക് പലപ്പോഴും ആധാരമായത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം എന്നത് മന്ത്രിസഭയുടെ നയമാണെന്നും അതിൽ മാറ്റം വരുത്താൻ ഗവർണർക്ക് അവകാശമില്ലെന്നും സർക്കാർ വാദിക്കുന്നു. എന്നാൽ തനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ വായിക്കാൻ നിർബന്ധിക്കാൻ കഴിയില്ലെന്നാണ് ഗവർണർ എടുത്തിരിക്കുന്ന നിലപാടും പൊതുവെ ഗവർണർമാരുടെ നിലപാടും ഇത് തന്നെയാണ്. 2024 ജാനുവരിയിൽ നടന്ന നയപ്രഖ്യാപന പ്രസംഗം കേരള ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഒന്നായിരുന്നു. അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 62 പേജുള്ള പ്രസംഗത്തിലെ അവസാനത്തെ ഖണ്ഡിക മാത്രം വായിച്ച് 1 മിനിറ്റും 17 സെക്കൻഡും കൊണ്ട് പ്രസംഗം അവസാനിപ്പിച്ചു. എന്റെ സർക്കാർ എന്ന് പറയാനും ഗവർണർ കൂട്ടാക്കിയില്ല. സർക്കാരിന്റെ നയങ്ങൾ വിശദീകരിക്കുന്ന പ്രസംഗം പൂർണ്ണമായി വായിക്കാത്തത് സഭയോടുള്ള അനാദരവാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ വായിക്കാൻ ഗവർണർ താത്പര്യം കാണിച്ചില്ല എന്നതാണ് ഇതിനു പിന്നിലെ കാരണമായി വിലയിരുത്തപ്പെട്ടത്. 2022 ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടാൻ വിസമ്മതിച്ചത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫായി ഹരി എസ് കർത്തയെ നിയമിച്ചത് സംബന്ധിച്ച് സർക്കാർ വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. ഒടുവിൽ വിയോജനക്കുറിപ്പ് നൽകിയ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി KR ജ്യോതിലാലിനെ സ്ഥാനത്തുനിന്ന് നീക്കിയ ശേഷമാണ് ഗവർണർ പ്രസംഗത്തിൽ ഒപ്പിടാൻ തയ്യാറായത്. ഇത് സർക്കാരിന് വലിയ തിരിച്ചടിയായി അന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. 2020 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സർക്കാരിന്റെ നിലപാടുകൾ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയതിനെ ആരിഫ് മുഹമ്മദ് ഖാൻ പരസ്യമായി എതിർത്തു. പ്രസംഗം വായിക്കുന്നതിനിടെ CAA വിമർശിക്കുന്ന ഭാഗം തന്റെ വ്യക്തിപരമായ വിയോജിപ്പോടെയാണ് വായിക്കുന്നതെന്ന് ഗവർണർ സഭയിൽ പറഞ്ഞു. മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗത്തിൽ ഗവർണർ സ്വന്തം അഭിപ്രായം ചേർക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് അന്ന് വലിയ ചർച്ചകളുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയതിനെതിരെ മുഖ്യമന്ത്രി സ്പീക്കറോട് പരാതിപ്പെടുകയും സർക്കാർ തയ്യാറാക്കിയ പൂർണ്ണ രൂപം തന്നെ സഭാരേഖകളിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. റിസർച്ച് ഡെസ്ക് 24. തമിഴ്നാട് നിയമസഭയിൽ ഇന്ന് നാടകീയമായ രംഗങ്ങൾക്ക് വേദിയായി. നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ ഗവർണർ RN രവി ഇറങ്ങിപ്പോയി നിയമസഭയിൽ നിന്ന്. ദേശീയഗാനം വീണ്ടും അപമാനിക്കപ്പെട്ടെന്നായിരുന്നു തമിഴ്നാട് ലോക്ഭവന്റെ പ്രതികരണം. സഭയെ ഗവർണർ അവഗണിച്ചുവെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പിന്നീട് പറഞ്ഞു. നിയമസഭയുടെ ഈ വർഷത്തെ ആദ്യ സമ്മേളനത്തിലും ഗവർണർ RN രവി പതിവ് തെറ്റിച്ചില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപേ സഭ വിട്ടിറങ്ങി. തമിഴ് തായ്വാഴ്ത്തിനു ശേഷം ദേശീയഗാനം ആലപിക്കാത്തതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. സഭ തുടങ്ങുമ്പോൾ തമിഴ് തായ്വാഴ്ത്തും സഭ പിരിയുമ്പോൾ ദേശീയഗാനവും ആലപിക്കുന്നതാണ് തമിഴ്നാട് നിയമസഭയിലെ പതിവ്. ഗവർണർ സഭയെ അപമാനിച്ചുവെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ സഭ വിട്ടിറങ്ങിയതിന് 13 കാരണങ്ങൾ നിരത്തി ലോക് ഭവൻ. ഗവർണറുടെ മൈക്ക് തുടർച്ചയായി ഓഫായി. പ്രസംഗത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പരാമർശങ്ങളുണ്ടായി. ജനങ്ങൾ നേരിടുന്ന പല പ്രധാന പ്രശ്നങ്ങളും നയപ്രഖ്യാപനത്തിലില്ല. 12 ലക്ഷം കോടി നിക്ഷേപം ആകർഷിച്ചു എന്ന സർക്കാർ വാദം ശരിയല്ല.
സ്ത്രീകൾക്കും ദളിതർക്കുമെതിരായ അതിക്രമങ്ങളിൽ സർക്കാർ ഇടപെടുന്നില്ലെന്നും ലോക്ഭവൻ പ്രസ്താവനയിൽ ആരോപിച്ചു. 24 ചെന്നൈ. ഇന്ന് ഇഡിയുടെ റെയ്ഡ് വന്ന കാരണം മോർണിംഗ് ഷോയിൽ കാര്യമായിട്ട് എനിക്ക് വാർത്തകൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. നാളെ മോർണിംഗ് ഷോയിലും ഒന്നും കൊണ്ടുവരില്ലെന്നാണ് മീന ജയൻ പറയുന്നത്. നമുക്ക് ഈ വാർത്തകളുടെ കാര്യത്തിൽ ഒരു പ്രവചനവും സാധ്യമല്ല എന്ന് നമുക്കറിയാം. അപ്രതീക്ഷിതമായി ഓർക്കാപ്പുറത്ത് എന്തെങ്കിലും വാർത്തകളുടെ കുത്തൊഴുക്കുണ്ടായാൽ ആ കുത്തൊഴുക്കിനനുസരിച്ച് നമുക്ക് വാർത്താ ചാനലായതുകൊണ്ട് നീങ്ങേണ്ടി വരും. അല്ലാതെ നമുക്ക് മനഃപൂർവ്വമൊന്നും അല്ലല്ലോ. അസമിൽ ബോഡോ ആദിവാസി വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. സംഘർഷത്തെ തുടർന്ന് സർക്കാർ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചു. 19 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. പറയൂ ശ്രീജിത്ത്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അസമിലെ കൊക്രജാർ, ചിരാങ് ജില്ലകളുടെ അതിർത്തിയിലാണ് ഈ വലിയ സംഭവം ഉണ്ടാകുന്നത്. ആദിവാസി മേഖലയിൽപ്പെട്ട ആളുകൾക്കിടയിലേക്ക് ബോഡോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കാർ ഓടിച്ചു കയറ്റി. അങ്ങനെ 4 പേർക്ക് പരിക്കേറ്റു. അങ്ങനെ ആ പരിക്കേറ്റ ആളുകൾക്കുമായി ബന്ധപ്പെട്ട ആളുകൾ, അതായത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ കാർ ഓടിച്ചിരുന്ന ബോഡോ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആക്രമിക്കുന്നു. ആ ആക്രമണത്തിൽ ആൾക്കൂട്ടം ആ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറെ തല്ലിക്കൊല്ലുന്നു. വലിയ രൂപത്തിലുള്ള സംഘർഷം, അത് വലിയൊരു വർഗീയ സംഘർഷത്തിലേക്ക് വഴിമാറുന്നത് അവിടെയാണ്. അതിനുശേഷം ഒരാൾ കൊല്ലപ്പെടുന്നതോടുകൂടി സംഘർഷം വലിയ രൂപത്തിലേക്ക് വഴിമാറുന്നു. പിന്നീട് പോലീസ് പറയുന്നത് കാർ ഉണ്ടാക്കിയ അപകടത്തിൽ, അല്ലെങ്കിൽ ആ അപകടത്തിൽ പരിക്കേറ്റ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളും കൊല്ലപ്പെടുന്നു. അതേ തുടർന്ന് ആൾക്കൂട്ടം അക്രമാസക്തമാകുന്നു. അക്രമാസക്തമായ ആൾക്കൂട്ടം സർക്കാർ ഓഫീസുകളും വീടുകളും ഒക്കെ തീയിടുന്നു. ഒപ്പം തന്നെ അസമിലെ പ്രധാനപ്പെട്ട ദേശീയപാതകളെല്ലാം ഉപരോധിക്കുന്നു. അങ്ങനെ സംഘർഷം വലിയ രൂപത്തിൽ 2 ജില്ലകളിലേക്ക് വല്ലാതെ വ്യാപിക്കുന്നു. ചിരാങ്ങിലേക്കും കൊക്കർജാറിലേക്കും വല്ലാതെ വ്യാപിച്ചപ്പോഴാണ് പോലീസ് ഇടപെടുന്നത്. ഇപ്പോൾ പോലീസ് സ്ഥലത്തുണ്ട്. അവിടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ വിന്യസിച്ചിട്ടുണ്ട്. 2 ജില്ലകളിലെയും ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചിട്ടുണ്ട്. നിലവിൽ സ്ഥിതി ശാന്തമാണ്. സ്ഥിതി നിയന്ത്രണത്തിലുള്ളതാണെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പോലും 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. അസമിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഒരു നിരവധിയായ ജാതി സമുദായ സമവാക്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സംഘർഷം ഏത് രൂപത്തിലും പൊട്ടിപ്പുറപ്പെടാം. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചതുകൊണ്ട് വലിയ രൂപത്തിൽ ഇപ്പോൾ നിലവിൽ സ്ഥിതി ശാന്തമാണ്. എന്നാൽ പോലും ഈ 2 ജില്ലകളിൽ വലിയ രൂപത്തിൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 19 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. SKN. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇനി ന്യൂസ് എക്സ്പ്രസ് ആരംഭിക്കുന്നു. ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ന്യൂസ് ഹെഡ്ലൈൻസ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇഡി റെയ്ഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും പരിശോധന തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും എൻ വാസു ഉൾപ്പെടെയുള്ള പ്രതികളുടെ വീടുകളിലും റെയ്ഡുണ്ടായി. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെയാണ് വിധി പറയുക. നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങളിൽ ചിലത് ഒഴിവാക്കിയ ഗവർണറുടെ നടപടിയിൽ വിവാദമുണ്ടായി. ഗവർണർ ഒഴിവാക്കിയ ഭാഗം സഭയിൽ വായിച്ച് മുഖ്യമന്ത്രിയുടെ അസാധാരണ നടപടി. പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. അനാവശ്യ വിവാദമെന്ന ലോക്ഭവൻ അർത്ഥസത്യങ്ങൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായി വാർത്താക്കുറിപ്പ്. ഗവർണറും ഈ സർക്കാരും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരി തുടങ്ങുമ്പോൾ, കാരണം ഏത് രാത്രി വേണമെങ്കിലും സെറ്റിൽമെന്റ് ആവാം. ഗവർണർ സർക്കാർ തർക്കമെന്ന് കേട്ടാൽ ജനം ചിരിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവനന്തപുരം കിളിമാനൂരിൽ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ പ്രതിയെ പിടികൂടാതെ പോലീസിന്റെ ഒളിച്ചുകളി. മരിച്ച രജിത്തിന്റെ മൃതദേഹവുമായി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് പ്രതിഷേധമുണ്ടായി. ജനരോഷം ഇരമ്പിയതോടെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് ഉറപ്പു നൽകി വർക്കല DYSP. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിക്കാം. സാർ, അവർ ചോദിച്ചത് മെഡിക്കൽ എടുത്തിട്ടുണ്ടായിരുന്നോ? പിടിച്ച ആള് മെഡിക്കൽ എടുത്തിട്ടുണ്ടായിരുന്നോ? ആ വണ്ടി ഈ ഭാഗത്ത് തന്നെ കിടക്കുന്ന വണ്ടി കത്തി, അതെങ്ങനെയാണെന്ന് വലിയ അന്വേഷിക്കാം. തൊണ്ടിയാണത്. അത് അന്വേഷണത്തിന്റെ പരിധി വരുത്താം. വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത പോലീസ്. കോട്ടയം പുതുപ്പള്ളിയിൽ വൻ സ്വർണ്ണ കവർച്ച. റബ്ബർ ബോർഡ് ആസ്ഥാനത്തെ ക്വാർട്ടേഴ്സിൽ നിന്ന് 70 പവൻ സ്വർണം മോഷണം പോയി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പ്. പവന് 1,10,400 രൂപയായി.
സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് അനിശ്ചിതകാല സമരത്തിലേക്ക്. മറ്റന്നാൾ മുതൽ അധ്യാപനം ബഹിഷ്കരിക്കും. അടുത്ത മാസം 2 മുതൽ OP ബഹിഷ്കരിച്ച സമരം. സർക്കാർ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ഈ മാസം 27-ന് സെക്രട്ടേറിയറ്റിന് മുന്നിലും പ്രതിഷേധം. മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിവാദ പരാമർശം തിരുത്തണമെന്ന് CPIM. വർഗീയത പറയുന്ന ആരോടും യോജിപ്പില്ലെന്ന് MV ഗോവിന്ദൻ. വർഗീയ വിരുദ്ധമല്ലാത്ത നല്ല ഭാഷയിൽ വർഗീയ വിരുദ്ധമല്ലാത്ത എല്ലാ അർത്ഥത്തിലും ശരിയായ ഭാഷയിൽ ആര് പറഞ്ഞാലും അതിനെ ഞങ്ങൾ യോജിക്കുന്നില്ല. സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് VD സതീശൻ. ഭരണഘടനാ ലംഘനമാണ് നടത്തിയത്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടാണ് ആ മന്ത്രി അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. ജമാഅത്ത് ഇസ്ലാമി വേദിയിലെത്തി CPIMനെ പ്രതിരോധത്തിലാക്കി മന്ത്രി V അബ്ദുറഹ്മാനും ദലീമ ജോജോ MLAയും. V അബ്ദുറഹ്മാൻ CPIM മന്ത്രിയല്ലെന്ന് MB രാജേഷ്. ബസിലെ ലൈംഗിക അതിക്രമ ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫ ഒളിവിൽ പോയി. ബസിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി. ഇത് മമ്മക്കും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവരുത്. അതാർക്കും സഹിക്കാൻ പറ്റൂല. ഞാനൊരാളെ അനുഭവിച്ച് ഈ ലോകത്തിൽ ഒരാളും ഇത് അനുഭവിക്കാൻ പാടില്ല. അത് മാത്രമുള്ളൂ എനിക്ക്. ദീപകിന് നീതി ഉറപ്പാക്കണമെന്ന് അമ്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന നയരേഖ അദ്ദേഹം പ്രകാശനം ചെയ്യും. BJP ദേശീയ അധ്യക്ഷനായി നിതിൻ നബീൻ ചുമതലയേറ്റു. പുതിയ പ്രസിഡന്റിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ. VD സതീശനെതിരെ വിമർശനം തുറന്ന വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗത്തെ സതീശൻ തെരുവിലിട്ട് ആക്ഷേപിക്കുന്നുവെന്ന ആരോപണം. കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും വെള്ളാപ്പള്ളി. എല്ലാ സമുദായ സംഘടനകളോടും ആശയവിനിമയം നടത്തുമെന്ന് KC വേണുഗോപാൽ. അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കേരള സമൂഹം. ഇവരെയൊന്നും മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ സമൂഹം ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ആ സമൂഹത്തോടൊക്കെ തന്നെ ബഹുമാനത്തോടെ നിന്ന് അവരോടൊക്കെ തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കും. മണ്ഡലങ്ങളിലെ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ LDF MLAമാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ മെമ്മറി കാർഡ് വിവാദത്തിൽ കുക്കു പരമേശ്വരന് പങ്കില്ലെന്ന് ആഭ്യന്തര അന്വേഷണ സമിതി. പരാതിക്കാർക്ക് അന്വേഷണ റിപ്പോർട്ട് കൈമാറുമെന്ന് അമ്മയുടെ പ്രസിഡന്റ് ശ്വേത മേനോൻ. അപ്പോൾ ഈ റിപ്പോർട്ട് ഇനി നമുക്ക് കുറ്റം മറ്റേ കംപ്ലയിന്റ് തന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കും. പിന്നെ അവർ തീരുമാനിക്കും. അവർക്ക് വേണമെങ്കിൽ കോടതി പോവുകയോ ഫർദർ പ്രൊസീഡിങ്സ് നടത്തുകയോ ചെയ്യാം. അത് നമുക്ക് രോഗം. ഞങ്ങളുടെ ഫൈൻഡിങ്സ് ആസ് എൻ ഓർഗനൈസേഷൻ ഞങ്ങളുടെ ഫൈൻഡിങ്സ് ഇതാണ്. ആവശ്യമുള്ളവർക്ക് നിയമ നടപടി സ്വീകരിക്കാമെന്നും അമ്മ ഭാരവാഹികൾ. മദ്യത്തിന് പേരും ലോഗോയും ക്ഷണിച്ച വെബ്കോ നടപടിയിൽ സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. മദ്യം ഉപയോഗിക്കാനുള്ള പ്രേരണയാകില്ലേ എന്ന് കോടതിയുടെ ചോദ്യം. നടപടി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേത്. മലപ്പുറം താഴെ ചേളാരിയിൽ പായസച്ചെമ്പിൽ വീണ് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. മരിച്ചത് പത്തൂർ ഉന്നതിയിലെ അയ്യപ്പൻ. ബന്ധുവിന്റെ വീട്ടിലെ വിവാഹ സദ്യയ്ക്കുള്ള പായസം ഇളക്കുന്നതിനിടെ അബദ്ധത്തിൽ ചെമ്പിൽ വീണുപോയത് കഴിഞ്ഞ ശനിയാഴ്ച. വിജയ് ചിത്രം ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട കേസ് വിധി പറയാൻ മാറ്റി മദ്രാസ് ഹൈക്കോടതി. കൗണ്ടർ അഫിഡവിറ്റിന് സമയം അനുവദിച്ചില്ലെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് കോടതിയിൽ. ഹർജി പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച്. മുൻ IPS ഓഫീസർ ജേക്കബ് തോമസ് പ്രതിയായ ട്രെഡ്ജർ അഴിമതി കേസിൽ കേന്ദ്ര സർക്കാരിന് പിഴ ചുമത്തി സുപ്രീംകോടതി. തെറ്റായ വിവരം കോടതിയെ അറിയിച്ചതിന് 25,000 രൂപ പിഴ ചുമത്തി. നെതർലൻഡ്സിലേക്ക് അന്വേഷണത്തിന് പോകാനുള്ള ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ നൽകിയില്ലെന്ന് രാവിലെ അറിയിച്ച കേന്ദ്രം സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ ലഭിച്ചത് പിന്നീട് തിരുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ശ്രീകുമാറിനെ SIT കസ്റ്റഡിയിൽ വിട്ട കോടതി. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം തുടർന്ന BJP. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ ഓഫീസിലേക്കും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലേക്കും പ്രതിഷേധ മാർച്ചുണ്ടായി. സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ച ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും അടക്കമുള്ള അമൂല്യ വസ്തുക്കൾ 2019
CPM നേതൃത്വം നൽകിയ ബോർഡിന്റെ ഒത്താശയോടെ മുഴുവനായി മാറ്റിയെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ശബരിമലയിൽ നടന്നത് വൻ കൊള്ളയെന്ന് തെളിഞ്ഞതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തമിഴ്നാട് നിയമസഭയിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറി. നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ ഗവർണർ RN രവി ഇറങ്ങിപ്പോയി. ദേശീയ ഗാനത്തെ അപമാനിച്ചെന്ന വിമർശനം, മൈക്ക് ഓഫ് ചെയ്ത് പ്രസംഗം തടസ്സപ്പെടുത്തിയെന്നും ലോക് ഭവൻ പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിൽ ആരോപണം. ഗവർണർ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. 24 എക്സ്ക്ലൂസീവ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TVKയും വിജയും ചലനമുണ്ടാക്കില്ലെന്ന് നടനും BJP ദേശീയ കൗൺസിൽ അംഗവുമായ ശരത് കുമാർ. തമിഴ്നാട്ടിൽ BJP അധികാരത്തിലെത്തുമെന്നും ശരത് കുമാർ 24നോട്. Right now, I don't see anything now. People will be there, fan base will be there, all the crowds cannot be converted to seats. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്ന് ശരത് കുമാർ. TVK NDA മുന്നണിയിൽ എത്തുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രൻ. കാസർഗോഡ് പൊയ്നാച്ചിയിൽ ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് മംഗളൂരു സ്വദേശികളായ ആസിഫും ഷെഫീഖും. അപകടമുണ്ടായത് കാറും ലോറിയും കൂട്ടിയിടിച്ച്. ദുരന്തത്തിൽപ്പെട്ടത് വിനോദയാത്ര കഴിഞ്ഞ് വയനാട്ടിൽ നിന്ന് മടങ്ങിയ സംഘം. മലപ്പുറം പള്ളിക്കൽ ബസാർ റേഷൻ കടയിൽ നിന്ന് വിതരണം ചെയ്ത അരിയിൽ പുഴു. മാസങ്ങളോളം പഴക്കമുള്ള അരിയെന്ന ആരോപണം. പരാതിയെ തുടർന്ന് പരിശോധന നടത്തി ആരോഗ്യ വിഭാഗം. ഇൻഡിഗോ വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. പൈലറ്റുമാരുടെ ലഭ്യത ഇൻഡിഗോ ഉറപ്പാക്കിയെന്ന വിശദീകരണം. നിലവിൽ സർവീസുകൾ സാധാരണ നിലയിൽ. യാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം തുടരുമെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വെളിപ്പെടുത്തി. ഗ്രീൻലൻഡിനായി സമ്മർദ്ദം ശക്തമാക്കി അമേരിക്ക. കരാറിനെ എതിർക്കുന്ന 8 രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ തീരുവ ചുമത്തുമെന്ന നിലപാടിൽ ഡൊണാൾഡ് ട്രംപ്. നൊബേൽ സമ്മാനം ലഭിക്കാത്തതുകൊണ്ട് സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് നോർവേ പ്രധാനമന്ത്രിക്ക് അയച്ച സന്ദേശത്തിൽ അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ത്യ ന്യൂസിലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ കളി വിദർഭയിൽ. പരമ്പരയിൽ ആകെ 5 മത്സരങ്ങൾ. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ വിശദ അന്വേഷണത്തിന് CBI. റാലിക്കുള്ള അനുമതി രേഖകൾ ഹാജരാക്കാൻ TVK അധ്യക്ഷൻ വിജയിക്ക് CBIയുടെ നിർദ്ദേശം. മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചതിനുള്ള രേഖകൾ ഉണ്ടോ എന്നും അന്വേഷണ സംഘം. തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും മൊഴികൾ വിശദമായി പരിശോധിക്കും. കോഴിക്കോട് കോട്ടൂരിൽ പഞ്ചായത്ത് അംഗത്തിന് മർദ്ദനമേറ്റെന്ന പരാതി. ആക്രമണം ഉണ്ടായത് 12ാം വാർഡ് മെമ്പർ റനീഷിന് നേരെ. പിന്നിൽ കൊട്ടേഷൻ സംഘമെന്ന ആരോപണം. മർദ്ദനം പ്രദേശത്തെ ഫ്ലക്സ് ബോർഡ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന് പിന്നാലെ. കുപ്രസിദ്ധ ഗുണ്ട മരട് അനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി തമിഴ്നാട് പോലീസ്. കോയമ്പത്തൂർ പോലീസിന്റെ നടപടി ആഭരണ നിർമ്മാതാവിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിൽ. മരട് അനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങിയത് എറണാകുളം സബ് ജയിലിലെത്തി. നടപടി സ്വർണ്ണാഭരണ നിർമ്മാതാവിൽ നിന്ന് 1.25 കിലോ സ്വർണം തട്ടിയെടുത്തു എന്ന കേസിൽ. സിനിമാ സംഘടനകൾ നാളെ പ്രഖ്യാപിച്ചിരുന്ന സൂചനാ സമരം മാറ്റിവെച്ചു. തീരുമാനം മന്ത്രി സജി ചെറിയനുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ. വിനോദ നികുതി 8ൽ നിന്ന് 4% കുറയ്ക്കാൻ ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ ഉറപ്പു നൽകി. നാളെ തിയേറ്ററുകളിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് സിനിമാ സംഘടനകൾ. തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ മേനകാ ഗാന്ധിക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. മേനകാ ഗാന്ധി കോടതി അലക്ഷ്യം നടത്തുന്നുവെന്ന കുറ്റപ്പെടുത്തൽ. നടപടിയെടുക്കാത്ത നീതിപീഠത്തിന്റെ മഹാമനസ്കത കൊണ്ടെന്നും കോടതി. കേന്ദ്രമന്ത്രി ആയിരുന്നിട്ടും തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്തെന്നും മേനകാ ഗാന്ധിയോട് കോടതിയുടെ ചോദ്യം. കോഴിക്കോട് MDMA വേട്ട. 30 ഗ്രാം MDMAയുമായി മുഖദാർ സ്വദേശി അബ്ദുൽ ഫത്താഖ് പിടിയിലായി. പ്രതിയെ പിടികൂടിയത് ഡാൻസ് ഓഫ് സംഘവും നടക്കാവ് പോലീസും ചേർന്ന്. തിരുവനന്തപുരം വാമനപുരത്ത് കാറിൽ കടത്താൻ ശ്രമിച്ച 12 ഗ്രാം MDMA പിടികൂടി. 2 പേർ കസ്റ്റഡിയിലായി. എറണാകുളം മൂവാറ്റുപുഴയിൽ കഞ്ചാവ് വേട്ട. തൃക്കളത്തൂരിൽ 14 കിലോ കഞ്ചാവ് പിടികൂടി. എറണാകുളം എളമക്കരയിൽ വിദ്യാർത്ഥിനി വാഹനാപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ട്വിസ്റ്റ്. സൈക്കിളിൽ വീട്ടിലേക്ക് പോയ വിദ്യാർത്ഥിനിയെ ഇടിച്ചത് ദൃശ്യങ്ങളിലുള്ള കാർ അല്ലെന്ന പോലീസ്. അപകടം ഉണ്ടാക്കിയത് വഴിയരികിൽ പാർക്ക് ചെയ്ത കാർ എന്ന വിശദീകരണം. കാറിലുണ്ടായിരുന്ന സുഭാഷ് നഗർ സ്വദേശി രാജിയെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. കണ്ണൂർ ADയുമായിരുന്ന K നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ തുടരന്വേഷണത്തെ എതിർത്ത പോലീസ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ പ്രതിയായ കേസിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം പൂർത്തിയാക്കിയതെന്ന പോലീസ്. കുറ്റപത്രത്തിലെ വിവരങ്ങൾ പരാതിക്കാരിയെ അറിയിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘം. ഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം 19ലേക്ക് മാറ്റിവെച്ചു.
ഗുരുവായൂർ ദേവസ്വം നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം. അപ്പീൽ നൽകിയത് നിയമനം നടത്താൻ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അധികാരമില്ല എന്ന വിധിക്കെതിരെ. സുപ്രീം കോടതിയെ സമീപിച്ചത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയിൽ കളിക്കില്ല എന്ന നിലപാടിൽ ഉറച്ച ബംഗ്ലാദേശ്. ടീമിന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന് ബംഗ്ലാദേശ് സർക്കാരിന്റെ കായിക ഉപദേശകൻ ആസിഫ് നസ്രൂൾ. വിഷയത്തിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലുമായി ധാരണയിൽ എത്തിയിട്ടില്ലെന്നും ബംഗ്ലാദേശ്. പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ന്യൂസ് എക്സ്പ്രസ് അവസാനിക്കുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക് ഒന്നൊന്നായി നമുക്ക് പരിശോധിക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെ പരിശോധന പൂർത്തിയാക്കി ഇ ഡി സംഘം മടങ്ങിപ്പോയി എന്നാണ് വിവരം. ചെന്നൈയിലെ അമ്പത്തൂരിൽ നിന്ന് മനീഷ് മൂർത്തി തത്സമയം ചേരുന്നു. മനീഷ്, എപ്പോഴാണ് ഇ ഡിയുടെ റെയ്ഡ് അവസാനിച്ചത്? ഇത്രയധികം മണിക്കൂർ നീണ്ടുപോയതിന്റെ കാരണം എന്താണ്? ഇ ഡി വാർത്താലേഖകരുമായി എന്തെങ്കിലും സംസാരിച്ചോ? പറയൂ. വളരെ വേഗത്തിൽ മടങ്ങുകയായിരുന്നു ഇ ഡി. അതായത് ഫയലുകളെല്ലാം തന്നെ കാറിനകത്ത് വെക്കുന്നു. വളരെ വേഗത്തിൽ രണ്ട് വാഹനങ്ങളിലാണ് എത്തിയത്. 2 വാഹനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഗേറ്റിന് പുറത്തേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു. അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കാനോ അത്തരത്തിൽ വിശദീകരണം നൽകാനോ ഒന്നും തന്നെ ഇ ഡി നിന്നിട്ടില്ല. 14 മണിക്കൂർ, രാവിലെ 7 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ്. 14 മണിക്കൂർ, കൃത്യം 14 മണിക്കൂറായിരുന്നു പരിശോധന. വളരെ വിശദമായി തന്നെ ഇ ഡി രേഖകളെല്ലാം പരിശോധിച്ചു. ചില രേഖകൾ വെരിഫിക്കേഷന് വേണ്ടി കൊണ്ടുപോയിട്ടുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരുപക്ഷേ നാളെയും പരിശോധന തുടരാനുള്ള സാധ്യതയുണ്ട്. അത്തരം വിവരങ്ങളൊക്കെ നിലവിൽ അല്പസമയത്തിന് ശേഷം നമുക്ക് കൃത്യമായി തന്നെ നൽകാൻ കഴിയും. എന്തായാലും നാളെയും ഒരു പക്ഷേ പരിശോധന തുടരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ആ രീതിയിലാണ് എന്തായാലും രാവിലെ മുതലുള്ള പരിശോധന. എല്ലാ പേപ്പറുകളും അല്ലെങ്കിൽ എല്ലാ രേഖകളും വളരെ കൃത്യമായി തന്നെ പരിശോധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിൽ തന്നെ 14 മണിക്കൂർ നീണ്ട പരിശോധന. ബംഗളൂരുവിലാണെങ്കിലും ബെല്ലാരിയിലാണെങ്കിലും ഒക്കെ ഏകദേശം 12 മണിക്കൂറോളം നീണ്ട പരിശോധന അത് നേരത്തെ തന്നെ അവസാനിച്ചിരുന്നു. പക്ഷേ ചെന്നൈയിലെ പരിശോധന മാത്രമാണ്. കാരണം ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചാണ് സ്വർണം ഉരുക്കി മാറ്റി മറ്റൊരു രൂപത്തിലാക്കുകയും അതിൻ്റെ മറ്റ് വ്യാവസായിക പരിപാടികളെല്ലാം തന്നെ അല്ലെങ്കിൽ വിൽപ്പനയുടെ അടക്കമുള്ള പരിപാടികളെല്ലാം തന്നെ ചെയ്തത് ഇവിടെ വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. സാമ്പത്തിക സോഴ്സുകളാണ് പ്രധാനമായും പരിശോധിച്ചത്. അത് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറഞ്ഞ പങ്കജ് ഭണ്ഡാരിയും ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗോവർദ്ധനും ഒക്കെ ആയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതിൻ്റെ ഒരുപാട് വർഷത്തെ രേഖകൾ പരിശോധിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സമയം, ഏകദേശം 14 മണിക്കൂറോളം ഈ ഒരു പരിശോധന നടത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അതുതന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ അല്പസമയം മുമ്പ് പരിശോധന പൂർത്തിയാക്കി ഇ ഡി സംഘം മടങ്ങിയിട്ടുണ്ട്. തുടർ പരിശോധനകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് വരും മണിക്കൂറുകളിൽ കൃത്യമായ വിവരം നൽകാനാകും. BJP ദേശീയ അധ്യക്ഷനായ നിതിൻ നബീൻ ചുമതലയേറ്റു. ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുത്തു. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നേട്ടമുണ്ടായെന്ന് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. BJP ദേശീയ അധ്യക്ഷ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് 46-കാരനായ നിതിൻ നബീൻ. യുവമോർച്ചയിലൂടെ BJPയിലെത്തിയ നിതിൻ 12ാമത്തെ BJP ദേശീയ അധ്യക്ഷനാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ നിതിൻ നബീൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഡൽഹി BJP ആസ്ഥാനത്തെ ചടങ്ങിൽ BJPയുടെ മുതിർന്ന നേതാക്കളും കേന്ദ്രമന്ത്രിമാരും BJP മുഖ്യമന്ത്രിമാരും പങ്കെടുത്തു. BJPയിൽ മാത്രമേ ഒരു സാധാരണ പ്രവർത്തകൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയുള്ളൂ എന്നും തന്റെ ബോസാണ് നിതിൻ നബീൻ എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാന്യ നിതിൻ നബീൻ ജി, मैं कार्यकर्ता हूं, वे मेरे बॉस हैं. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായും BJPക്ക് അവസരം നൽകുമെന്നാണ് വിശ്വാസമെന്നും പ്രധാനമന്ത്രി. मुझे पूरा विश्वास है कि आने वाले विधानसभा चुनावों में भी लोग केरला में BJP को अवसर जरूर देंगे. പ്രസിഡന്റ് പദത്തിൽ 6 വർഷം പൂർത്തിയാക്കിയാണ് JP നദ്ദ പടിയിറങ്ങിയത്. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തും. തലസ്ഥാന നഗര വികസനത്തിലുള്ള ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് അറിയിച്ചു. റെയിൽവേയുടെ പരിപാടിയിലും BJP പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുംബൈയിൽ റിസോർട്ട് നാടകങ്ങൾക്ക് താൽക്കാലിക ഇടവേള. കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശിവസേന കോർപ്പറേറ്റർമാർ 4 ദിവസത്തെ പഞ്ചനക്ഷത്ര ഹോട്ടൽവാസം അവസാനിപ്പിച്ച് വീടുകളിലേക്ക് മടങ്ങിപ്പോയി. മേയർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉദ്ധവ് താക്കറെയെ ഫോണിൽ വിളിച്ചെന്ന അഭ്യൂഹവും മുംബൈയിൽ പ്രചരിക്കുന്നു. 89 സീറ്റ് നേടിയ BJPക്ക് 29 പേരുള്ള ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ പിന്തുണയുണ്ടെങ്കിലേ നിലവിലെ സാഹചര്യത്തിൽ മുംബൈ കോർപ്പറേഷൻ ഭരണം ഉറപ്പിക്കാനാവൂ.
114 എന്നതാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സംഖ്യ. BJPയും ഷിൻഡെയും ചേർന്നാൽ 118 ആകും. വോട്ടെണ്ണൽ കഴിഞ്ഞതിന് പിന്നാലെയാണ് തന്റെ കോർപ്പറേറ്റർമാരെ ഏക്നാഥ് ഷിൻഡെ ബാന്ദ്രയിലെ താജ് ലാൻഡ്സ് ആൻഡ് ഹോട്ടലിലേക്ക് മാറ്റിയത്. 2 ലക്ഷ്യങ്ങളായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. 1. മേയർ സ്ഥാനം പങ്കിടണമെന്ന ആവശ്യം ശക്തമാക്കണം. ആദ്യ 2.5 വർഷം തന്നെ കിട്ടണം. ഇക്കാര്യത്തിൽ BJPക്ക് മേൽ സമ്മർദ്ദമേറ്റണം. 2. BJPയിലേക്കോ ശിവസേന ഉദ്ധവ് വിഭാഗത്തിലേക്കോ കോർപ്പറേറ്റർമാർ കൂറുമാറാതെ നോക്കണം. അംബർനാഥിൽ ശിവസേനയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് കൗൺസിലർമാരെ BJP കൂറുമാറ്റിയതടക്കം അനുഭവങ്ങൾ മുന്നിലുണ്ട്. കോർപ്പറേറ്റർമാരെ ഹോട്ടലിലേക്ക് മാറ്റിയതിനെ ശിവസേന ഉദ്ധവ് വിഭാഗം പരിഹസിച്ചിരുന്നു. സാഹചര്യത്തിൽ പ്രത്യേകം മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും 10 മണിയോടെ ഹോട്ടലിൽ നിന്ന് മടങ്ങാൻ ഷിൻഡെ കോർപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. വിദേശത്തുള്ള BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മടങ്ങിയെത്തിയ ശേഷമായിരിക്കും കൂടുതൽ ചർച്ചകൾ. 24 മുംബൈ. ഇനി നമുക്ക് ഏറ്റവും സന്തോഷവും അഭിമാനമുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ടെലിവിഷൻ നൽകുന്ന ഭവന നിർമ്മാണ പദ്ധതിക്കായി 24ഉം കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൈകോർക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത. 24ന്റെ 7ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച 1000 വീട് ഭവന പദ്ധതിയിലാണ് കൊച്ചൗസ് ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകുന്ന കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 24ഉമായി സഹകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 100 വീടുകളുടെ പണി പൂർത്തിയാകുന്നതിന് പിന്നാലെ അടുത്ത ഘട്ടത്തിൽ അടുത്ത 100 വീടുകൾ എന്ന രീതിയിലായിരിക്കും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് 24 നിർമ്മാണം നടത്തുക. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് 24 മുമ്പ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ പണി കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നടക്കുകയാണ്. അതിൽ 62 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി അർഹതപ്പെട്ട ആളുകൾക്ക് കൈമാറി കഴിഞ്ഞു. ബാക്കി വീടുകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും ഇത്തരം വീടുകളെല്ലാം അർഹതപ്പെട്ടവരുടെ കരങ്ങളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് അർഹരായ ആളുകൾക്ക് ഈ ബാക്കി വീടുകൾ കൂടി ഉടൻ കൈമാറും. 1000 വീട് ഭവന പദ്ധതിയിലേക്ക് ആയിരക്കണക്കിന് അപേക്ഷകൾ 24 ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇതിൽ നിന്ന് വിദഗ്ധ സമിതി പരിശോധിച്ച് അർഹര് എന്ന് കണ്ടെത്തുന്ന ആളുകൾക്കായിരിക്കും ഈ പദ്ധതി വഴി വീടുകൾ നൽകുക. സംപ്രേഷണത്തോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയും കാത്തു സൂക്ഷിക്കുന്ന 24ഉം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും മുൻനിരയിൽ നിൽക്കുന്ന കൊച്ചൗസ് ചിറ്റിലപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും വീണ്ടും കൈകോർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ടെലിവിഷൻ എന്നുള്ള സൗജന്യ ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിക്കും. ഭവന പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാം. 8111991602 ഒരു നമ്പർ കൂടിയുണ്ട്. 8111991260. സ്ക്രീനിൽ ഇപ്പോൾ ഈ നമ്പർ കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. അതുപോലെ ഒരു ഇമെയിൽ ID കൂടിയുണ്ട്. 24connect@24news.com. ഈ ഇമെയിൽ ID നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് ശരിക്കും രാവിലെ 7 മണി മുതൽ അല്ലെങ്കിൽ 8 മണി മുതൽ രാത്രി 11 മണി വരെ നിങ്ങൾക്ക് ഈ ടെലിഫോൺ നമ്പറുമായി ബന്ധപ്പെടാം. അപ്പോൾ 1000 വീടുകൾ നൽകാനുള്ള ഭവന പദ്ധതിയിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ കൂടെ ചേരുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് നീങ്ങാം. ഉടൻ തന്നെ അപേക്ഷകൾ നമ്മൾ ഫൈനലൈസ് ചെയ്യും. അർഹരായ ആളുകളെ നമ്മൾ പ്രഖ്യാപിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യും. അതുപോലെ തന്നെ പൂർത്തിയാകാനുള്ള ഏതാണ്ട് 10-34 വീടുകളുടെ നിർമ്മാണവും പൂർത്തിയാക്കി അർഹർക്ക് കൈമാറും. താങ്ക് യു ശ്രീ കൊച്ചൗസ് ചിറ്റിലപ്പള്ളി. നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ചെയ്യുന്ന ആളാണ് കൊച്ചൗസ് ചിറ്റിലപ്പള്ളി. സാധാരണഗതിയിൽ അദ്ദേഹം ഇതൊന്നും അങ്ങനെ പുറത്തു പറയുന്ന ഒരാളല്ല. എന്നിരുന്നാലും അദ്ദേഹം നമ്മളുമായി ആദ്യത്തെ സഹകരിക്കുന്ന 100 വീടുകളിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൂർത്തിയായി വരുമ്പോൾ അദ്ദേഹം അടുത്ത നമ്മുടെ 1000 വീട് പദ്ധതിയിൽ അദ്ദേഹം കക്ഷി ചേരുന്നു. 100 വീടുകൾ ആദ്യം, പിന്നീട് 100 വീടുകൾ. അങ്ങനെയാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ച് നമ്മളോട് ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു ശ്രീ കൊച്ചൗസ് ചിറ്റിലപ്പള്ളി. ഈ 24ഉമായിട്ടുള്ള അങ്ങയുടെ വിശ്വാസവും അങ്ങയുടെ കരുതലും ഞങ്ങൾ എന്നെന്നും കാത്തു സൂക്ഷിക്കും. താങ്ക് യു വൺസ് അഗെയിൻ. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിയുമ്പോൾ മറ്റൊന്ന് 2 വാർത്തകളിലൂടെ നമ്മൾ കടന്നു പോകും. ബ്രേക്ക്. ഒരു കാലത്തെ കത്തുകളും മണി ഓർഡറുകളും ഒക്കെയായി തിളങ്ങി നിന്ന നമ്മുടെ പോസ്റ്റ് ഓഫീസുകൾ പ്രായമായ ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. പോസ്റ്റ്മാനെ കാത്തു നിൽക്കുന്ന കാലമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പണ്ടത്തെ സിനിമകളിൽ മാത്രമുള്ള കാഴ്ചകളായി മാറി. മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ വരവ് വളരെ തിരിച്ചടിയായി തപാൽ മേഖലയ്ക്ക്. പോസ്റ്റ് ഓഫീസുകൾ ആളൊഴിഞ്ഞ ഇടങ്ങളായി. പോസ്റ്റ് ഓഫീസിൽ പോകുന്നത് തന്നെ കുറവായി. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പോസ്റ്റ് പുനഃസംഘടനാ നയത്തിൻ്റെ ഭാഗമായി 150 പോസ്റ്റ് ഓഫീസുകൾ കേരളത്തിൽ അവസാനിപ്പിക്കാൻ പോകുന്നു പ്രവർത്തനം. അപ്പോൾ 150 പോസ്റ്റ് ഓഫീസുകൾ കേരളത്തിൽ നിർത്തലാക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ റിപ്പോർട്ടിൽ എൻ്റെ വിശദാംശങ്ങളുണ്ട്. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. നല്ലത് ഭവിക്കട്ടെ. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് ബൈ. നഗരങ്ങളിൽ 2 കിലോമീറ്റർ പരിധിക്കുള്ളിലും ഗ്രാമങ്ങളിൽ 5 കിലോമീറ്റർ പരിധിക്കുള്ളിലും ഒന്നിലധികം പോസ്റ്റ് ഓഫീസുകൾ വേണ്ടെന്ന കർശന നിർദ്ദേശത്തെ തുടർന്നാണ് പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടാൻ തീരുമാനമായത്. ഇങ്ങനെ പോസ്റ്റ് ഓഫീസുകൾ പെട്ടെന്ന് അടച്ചുപൂട്ടുമ്പോൾ അനായാസം ജനങ്ങൾക്ക് ലഭ്യമായിരുന്ന സേവനങ്ങളെ സംബന്ധിച്ച കാര്യത്തിലും അവരുടെ മേൽവിലാസം മാറുന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളും ആശങ്ക കൂടുതലാണ്.
ഓരോ പ്രദേശത്തിന്റെയും പിൻകോഡ് മാറുമെന്നതാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത്. പിൻകോഡ് മാറുന്നത് ആധാർ കാർഡ്, പാസ്പോർട്ട്, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയ സുപ്രധാന രേഖകളിലെല്ലാം മാറ്റം വരുത്താനിടയാകും. വീടിനടുത്ത് ലഭ്യമായിരുന്ന സേവിങ്സ് ബാങ്ക്, ഇൻഷുറൻസ് സേവനങ്ങൾ എന്നിവയ്ക്കായി ഇനി മറ്റു കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ടി വരും. മലപ്പുറം മഞ്ചേരിയിൽ ബസാർ പോസ്റ്റ് ഓഫീസിനും വാക്കേത്തൊടി പോസ്റ്റ് ഓഫീസിനും താഴെ വീണു. ബസാർ പോസ്റ്റ് ഓഫീസ് കച്ചേരിപ്പടിയിലേക്ക് മാറ്റണമെന്ന വർഷങ്ങളായുള്ള ആവശ്യം നിലനിൽക്കെയാണ് പൂട്ടിയത്. മഞ്ചേരിയിലെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ, കോടതി സമുച്ചയം, കോടതികളുടെ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട അറിയിപ്പുകൾ, കത്തിടപാടുകൾ, നിയമപരമായിട്ട് നടക്കേണ്ട, തെളിവ് സഹിതം നടക്കേണ്ട സാധനങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് നടക്കുന്നത്. അവിടെ സെൻട്രൽ പോസ്റ്റ് ഓഫീസ് അവിടുന്ന് എടുത്ത് ഒരു റിമോട്ട് ഏരിയയ്ക്ക് മാറ്റി. ഇപ്പോൾ കച്ചേരിപ്പടിക്കകത്ത് പോസ്റ്റ് ഓഫീസ് സംവിധാനം ഇല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നത്. ബസാർ പോസ്റ്റ് ഓഫീസ് മഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് കീഴിലും വാക്കേത്തൊടി ഓഫീസ് മഞ്ചേരി കോളേജ് പോസ്റ്റ് ഓഫീസിനുമാണ് ലയിപ്പിച്ചത്. പോസ്റ്റ് ഓഫീസുകളുടെ ലയനത്തോടെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ തിരക്ക് വർദ്ധിക്കാനിടയാകും. ഇത് സ്പീഡ് പോസ്റ്റ്, പാഴ്സൽ തുടങ്ങി അതിവേഗ സേവനങ്ങളെ ആശ്രയിക്കുന്നവർക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയുണ്ട്. പൊതു സംവിധാനത്തെ തകർക്കാൻ കാരണമാകുമെന്നും ആരോപണമുണ്ട്. ദൈനംദിനമായിട്ട് ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് ഈ അടച്ചുപൂട്ടലോടുകൂടി ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല പൊതുജനമായ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരേണ്ടതാണ്. പിൻകോഡ് മാറ്റത്തെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാത്തത് ഇടപാടുകാർക്ക് കടുത്ത ആശങ്കയുണ്ടാക്കുന്നുണ്ട്. തപാൽ ഓഫീസുകൾ ഇല്ലാത്തയിടത്ത് പുതിയ ഓഫീസുകൾ തുറക്കുവാനും അതുവഴി കൂടുതൽ ജനങ്ങൾക്ക് തപാൽ സേവനം ലഭ്യമാകാനുമാണ് പുനഃസംഘടന എന്നാണ് വാദം. എന്നാൽ ഈ അടച്ചുപൂട്ടലിനെതിരെ പ്രതിഷേധം വ്യാപകമാണ്. പ്രതിഷേധം നിലനിൽക്കുമ്പോഴും അടച്ചുപൂട്ടൽ തുടരുകയാണ് എന്നതാണ് പ്രത്യേകത. മുഹമ്മദ് അർഷക്കിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം.